അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. अनुग्रह और श्राप के विषय को हम लोग सीखने जा रहे हैं. അതിന്റെ ആരംഭത്തിന് മുമ്പേ ഞാനൊരു ഇൻട്രഡക്ഷൻ കൂടെ പറയാം. इसके शुरुआत में इसका एक प्रस्ताव मैं रखना चाहता हूँ. ഇന്ന് ഒരുപാട് വിഷയങ്ങളുടെ ആരംഭം കൂടെ മനസ്സിലാക്കാൻ ഒരു അരമണിക്കൂർ ഞാൻ ആദ്യമേ ഒരു ബേസിക് ക്ലാസ് എടുക്കാം. और इस अध्ययन में हम काफी चीजों को समझने के लिए शुरुआती दौर में आपको एक प्रस्तावना रखना चाहता हूँ. ദൈവം എങ്ങനെയാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ഒന്ന് ചിന്തിക്കാൻ പോവാം. परमेश्वर कैसे इस पृथ्वी को सृष्टि किए हैं वह थोड़ा सा हम समझेंगे. അവിടെ മുതൽ പഠിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് സത്യമായി വേദപുസ്തകം മനസ്സിലാകത്തുള്ളൂ. उधर से अगर हम समझेंगे तभी वास्तविक रूप से इस बाइबल को हम किताब को हम समझ पाएंगे. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ഒരു ബിഗ് ബാങ് കൊണ്ടുണ്ടായതാണ്. इस शास्त्र लोग कहते हैं कि इस बिग बैंग थियरी के द्वारा इस संसार को रचा है. അതിനു മുന്നമേ ആദ്യമേ ഒരു തിയറി ഉണ്ടായിരുന്നു. उससे पहले एक थियरी था. ആ തിയറി തെറ്റാണെന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചു. രണ്ടാമത്തെ തിയറിയെ കൊണ്ട് उसी थियरी गलत है और उस विज्ञान जो है दूसरा एक थियरी को लेकर आए. രണ്ടാമത്തെ തിയറി തെറ്റാണെന്ന് പിന്നൊരു കൂട്ടർ കണ്ടുപിടിച്ചു. दूसरा थियरी गलत है और दूसरे एक वैज्ञानिक लोग समझे. അങ്ങനെ മൂന്നാമതൊരു തിയറി വന്നു. ऐसे तीसरा एक थियरी आया. അതിനെയാണ് ബിഗ് ബാങ് തിയറി എന്ന് വിളിക്കുന്നത്. वो थियरी को ही बिग बैंग थियरी कहते हैं. ആരംഭത്തിൽ ഉണ്ടായിരുന്നത് തെറ്റാണെന്ന് ശാസ്ത്രം തന്നെ കണ്ടുപിടിച്ചു. पहले जो थियरी था वो वैज्ञानिक तौर से ही उसको गलत समझा. അതും തെറ്റാണെന്ന് വേറൊരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. दूसरा जो है वो भी गलत है, दूसरे वैज्ञानिक लोग समझे. ഒടുവിൽ ശാസ്ത്രജ്ഞന്മാർ ഒരു തീരുമാനത്തിൽ വന്നു, ഇതൊരു ബിഗ് ബാങ് തിയറിയാണ്. और तीसरा जो आया वो बिग बैंग थियरी के नाम से दिया गया, वही थियरी है. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഒരു ഭയങ്കര പൊട്ടിത്തെറിയുടെ ശബ്ദം ഉണ്ടായി. बिग बैंग थियरी का मतलब क्या है? बहुत साल पहले, इन्हें बहुत पुराने, कहीं एक टूटने वाली आवाज आया. അത് എങ്ങനെ വന്നെന്നും അറിയത്തില്ല, എവിടുന്ന് വന്നെന്നും അറിയത്തില്ല, ശബ്ദം ഉണ്ടായി എന്ന് മാത്രം അറിയാം. वो कैसे हुआ, वो कहां से हुआ, वो पता नहीं कैसे हुआ है. ശബ്ദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. वही आवाज से इस सारी संसार ब्रह्मांड सृष्टि हुआ. ഇത് കണ്ടുപിടിച്ചത് 2018 അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. 2018 ईस्वी में इस विषय में बहुत ज्यादा वैज्ञानिक लोग समझे. അതിന് ഒരു വലിയ പരീക്ഷണം നടന്നു. उसके लिए एक बहुत ही बड़ी परीक्षा हुआ. ഭൂമി ഉണ്ടായതിൽ പിന്നെ ഫിസിക്സിൽ നടന്നിട്ടുള്ള പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു 2012 നടന്ന പരീക്ഷണം. फिजिक्स में जो सबसे ज्यादा गहरे रूप से जो समझे वो था 2012 में हुआ था. അതിനകത്ത് ബിഗ് ബാങ്ങിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ കിട്ടി. उसके अंदर बिग बैंग के बहुत ही गहरे विषय को हम समझे. പക്ഷേ ഈ ബിഗ് ബാങ് തിയറി തുടങ്ങുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഒരു കാര്യം പറഞ്ഞു. इस बिग बैंग थियरी शुरू होते वक्त उस जमाने के वैज्ञानिक लोग बहुत ही गहरी बात बताए. ഈ പരീക്ഷണത്തിൽ നിന്ന് വലിയ ചൂടുണ്ടാവും. इस परीक्षा के द्वारा बहुत ही गर्मी उत्पन्न होगा. ഈ ചൂട് പുറത്തു വന്നാൽ ആ നാട് മുഴുവൻ കത്തിപ്പോകും. जैसे ही ये गर्मी होगा तो ये पूरा संसार जल जाएगा. ഈ പരീക്ഷണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. इस परीक्षा के दौरान जो चुने गए जो जगह है केरल और तमिलनाडु के बीच वाली जगह है. ഇന്ത്യ ഗവൺമെന്റിന് ഒരു വലിയ തുക കൊടുക്കാം എന്ന് ലോക രാഷ്ട്രങ്ങൾ ചേർന്ന് പറഞ്ഞു. इंडिया गवर्नमेंट को बहुत ही बड़ा रकम देंगे, ऐसे बहुत सारे विश्व राष्ट्रों ने मिलकर कहा. അങ്ങനെ ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചു, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കൂടെ ഇടയിൽ. ऐसे ही केरला और तमिलनाडु के बीच में वो लोग समझने की कोशिश की. അന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നറിയപ്പെടുന്ന അന്ന് ജീവനോടിരുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ കയറി ഉടക്കിയത്. उसी समय पर स्टीफन हॉकिंग्स ने जो उस जमाने पर सबसे गहरा समझ रखने वाला एक फिजिसिस्ट था, उन्होंने उसको रुकावट डाले. അദ്ദേഹം പറഞ്ഞ 1000 സ്ക്വയർ കിലോമീറ്ററുകൾ കത്തിപ്പോവും, അവിടെയുള്ള മനുഷ്യൻ മുഴുവൻ തീർന്നു. उन्होंने कहा कि हजार स्क्वायर किलोमीटर जल जाएगा, सारे इंसान जल जाएंगे. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാറി. ऐसे ही इंडिया से हट गए. ജർമ്മനിയിൽ വെച്ച് ഈ പരീക്ഷണം നടന്നു. जर्मनी में इसका परीक्षा हुआ. ചൂട് തടഞ്ഞു നിർത്താൻ വേണ്ടി മാത്രം ചെലവാക്കിയത് $13 ബില്യൺ. इस गर्मी को रोक रखने के लिए खर्च किया हुआ जो रकम है $13 बिलियन. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 1 मिलियन 10 लाख. $1,30,00,000 ഈ ചൂട് തടയാൻ മാത്രം ചെലവാക്കിയത്. $130 करोड़ एक परीक्षा के लिए उन्होंने खर्च किए. ഇതൊന്നും ഇന്ത്യയെ കൊണ്ടൊക്കത്തില്ല. ये सारा इंडिया से नहीं होगा. ആ പരീക്ഷണം കഴിഞ്ഞു. वो परीक्षा हो चुका. അന്നുണ്ടായ ചൂടിനെ കുറിച്ച് ഞാൻ പറയാം. उस समय पर हुआ जो गर्मी के बारे में बताऊंगा.
കത്തിയെരിയുന്ന സൂര്യന്റെ സെൻട്രൽ ബിന്ദുവിലുള്ളതിന്റെ 25 ലക്ഷം ഇരട്ടി ചൂടാണ് അന്നുണ്ടായത്. इस जलते हुए सूरज की सबसे केंद्र बिंदु, मध्य बिंदु में जितना गर्मी होता है उससे 25 लाख गुना अधिक गर्मी उसमें हुआ था. അതോടെ ശാസ്ത്രജ്ഞന്മാർക്ക് സംശയമായി ഇതിനകത്ത് എന്താ കാര്യമെന്ന്. उसी से वैज्ञानिक लोगों को समझ में आया कि इसमें कुछ गहरी बात है. അവർ ചെയ്ത പരീക്ഷണത്തിൽ ഏറ്റവും കനം കുറഞ്ഞ 2 ആറ്റം തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. उन्हें जो परीक्षा जो किए थे उसमें 2 एटम्स जो है वो दोनों आपस में टकराने के लिए. നിങ്ങൾ ഈ പലരും വിദ്യാഭ്യാസം ഉള്ളവരാണ്. काफी लोग अब पढ़े लिखे हैं. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഒരു ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? सबसे छोटा एटम क्या है, आप कोई बोल सकते हैं? ഹൈഡ്രജൻ ആറ്റമാണ് ഭൂമിയിലുള്ളതിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും കനം കുറഞ്ഞ ആറ്റം. इस कायनात में सबसे छोटा एटम जो है हाइड्रोजन एटम है. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമേ ഉള്ളൂ. एक प्रोटॉन एक इलेक्ट्रॉन है. ഇത് രണ്ടെണ്ണം തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ये दोनों आपस में टकराए. അതിനകത്തുനിന്നുണ്ടായ ചൂടാണ് കത്തി എരിയുന്ന സൂര്യന്റെ മധ്യബിന്ദുവിലുള്ളതിന്റെ 25 ലക്ഷം ഇരട്ടി ചൂട്. वो जो है जलने वाली सूरज की केंद्र बिंदु से निकलने वाली जो गर्मी है उस ताप से भी 25 लाख गुना अधिक ताप उस टकराने से हुआ है. അതോടെ ശാസ്ത്രത്തിന് ഒരുപാട് സംശയമായി. ഇത് നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. उसी से ही वैज्ञानिक लोगों को समझ में आया कि ये जो हमारे समझ के बाहर है. ആ പരീക്ഷണത്തിന്റെ അകത്ത് അവർ ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചു. उन्होंने इस परीक्षा में एक और चीज वो लोग समझे. ആ കണ്ടുപിടുത്തം പുറത്തു വന്നത് 2018 वो जो परीक्षा की जो रिजल्ट्स परिणाम बाहर आया वो जो है लगभग 2018 में. 2012 പരീക്ഷണങ്ങളുടെ കിട്ടിയ റിസൾട്ട് എല്ലാം കൂടെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചു. 2012 में जो मिला वो रिजल्ट्स का सारा उन्होंने स्टोर करके रखे थे. നിങ്ങൾക്കറിയാമോ അന്ന് കിട്ടിയത് സീഡികളിൽ സ്റ്റോർ ചെയ്താൽ अगर वो सीडीओ में अगर स्टोर करेंगे ആ സീഡികൾ ഒന്നിന്റെ മേളിൽ ഒന്നായി അടുക്കി വെച്ചാൽ वो सारा सीढ़ियां एक के ऊपर अगर रखेंगे 1 മീറ്റർ നീളം 1 മീറ്റർ വീതിയുള്ള ഒരു സ്ക്വയറിനകത്ത് ഈ സീഡികൾ അടുക്കി വെച്ചാൽ एक स्क्वायर मीटर में अगर आप रखेंगे 1.5 കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്തും. അത്രയും സീഡികൾ വേണം. 1.5 किलोमीटर ऊंचाई तक बढ़ेगा, वो उतना सीढ़ियों की जरूरत पड़ेगा. ഇന്നും അത് മുഴുവൻ പഠിച്ചു തീർന്നിട്ടില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. वो आज भी वो लोग पढ़ नहीं पाए, अभी वो लोग सीख रहे हैं. 2018 ആയപ്പോഴത്തേക്ക് ഒത്തിരി കൂടെ വിവരങ്ങൾ പുറത്തു വന്നു. 2018 जैसे हुआ बहुत सारे गहरी बातें वो समझने लगे. അവർ പറഞ്ഞു ഈ ശബ്ദം 3 ശബ്ദങ്ങൾ കൂടി ചേർന്നതാണ്. ये जो उन्होंने बताया कि ये जो शब्द जो आवाज उठा वो 3 शब्दों का एक संयुक्त है. ഇവിടെ ഒരു 3 കുഞ്ഞുങ്ങൾ നിന്ന് ഒരേ സമയം അങ്ങ് സംസാരിച്ചാൽ अगर मान के चलिएगा इधर 2-3 बच्चे लोग एक ही समय पर तीनों एक साथ बात कर रहे हैं. ആർക്കും വേണ്ട പോലെ മനസ്സിലാകത്തില്ല. പക്ഷെ 3 ശബ്ദങ്ങൾ ഒന്നിച്ച് നമ്മൾ ഒന്നായിട്ട് കേൾക്കും. कोई समझ नहीं पाएंगे कि क्या बता रहे हैं, परंतु हम समझ पाएंगे कि कोई आवाज निकल रही है. ഇതുപോലെ 3 ശബ്ദങ്ങൾ ഒരുമിച്ചാ വന്നിരിക്കുന്നത്. ऐसे ही 3 आवाज एक साथ निकला था. ഈ 3 ശബ്ദങ്ങൾ 3 തലമുറകളിൽ നിന്ന് ജനറേഷനുകളിൽ നിന്നുണ്ടായതാ. ये 3 आवाज जो है 3 पीढ़ियों से निकला हुआ है. ഈ ശബ്ദങ്ങൾ ചേർന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ये 3 आवाज मिलके ही इस सारे कायनात रचा है. ഇനി ബൈബിൾ ഇതിനെക്കുറിച്ച് പറയുന്നത് അറിയാമോ? अब बाइबल में क्या लिखा है आप जानते हैं? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ പ്രപഞ്ചം ഉണ്ടായി. पिता पुत्र और पवित्र आत्मा मिलकर ये कायनात होने पाए. जब जैसे कहा तो इस कायनात रचा है. ഈ പിതാവും പുത്രനും ഒന്നും ശാസ്ത്രത്തിന് അറിയാൻ വയ്യ. इस वैज्ञानिक इस संसार को पिता पुत्र पवित्र आत्मा के बारे में जानकारी नहीं. അവർ പറഞ്ഞു 3 ജനറേഷനിൽ നിന്നുണ്ടായ ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ്. उन्होंने कहा कि 3 पीढ़ियों से निकला हुआ आवाज है वो एक साथ टक्कर का है. രണ്ടാമത്തെ കണ്ടുപിടുത്തം दूसरा एक ഈ 3 ശബ്ദങ്ങളെ ഒരുമിച്ച് ചേർത്തവനാരാ? इन तीनों आवाजों को किसने मिलाया? അവർ പറഞ്ഞു ഇതിൽ നടുക്കത്തെ ശബ്ദമാണ് 3ലെയും കൂടെ ഒരുമിച്ച് ചേർത്തത്. उन्होंने कहा कि इसके बीच वाला जो आवाज है वही आवाज तीनों आवाज को जोड़े. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 തലമുറയാണ്. ഇതിൽ നടുക്കത്തേത് പുത്രനാണ്. इस पवित्र शास्त्र के अनुसार अगर हम देखेंगे पिता पुत्र पवित्र आत्मा मिलकर आवाज उठाए, ये होने पाए, सृष्टि होने पाए, और उसमें हम समझ पाएंगे कि बीच वाला कौन है? यीशु मसीह है. ബൈബിൾ പറയുന്നതും അതാണ്. യേശുവാണ് ഇതിനെ ഒരുമിച്ച് ചേർത്തത്. इस पवित्र शास्त्र में कहते हैं कि परमेश्वर यीशु मसीह ही इस कायनात को रचने में मदद किए.
പഴയ നിയമത്തിലെ ഒരു പുസ്തകമുണ്ട്, ആ സദൃശവാക്യങ്ങൾ, പ്രൊവേബ്സ്. അതിനകത്ത് പറയുന്നത്, പിതാവ് ആകാശത്തിന് വൃത്തം വരയ്ക്കുമ്പോൾ യേശു പുത്രൻ അവിടെ ദൈവത്തിന്റെ മുമ്പിൽ ശില്പിയായിരുന്നു. नीति वचन की किताब अगर हम देख पाएंगे कि परमेश्वर जब इस कायनात का जो वृत्त बना रहे थे, तब पुत्र जो है उसका रचने वाले रहे थे. അങ്ങനെ യേശുവിന്റെ കൈകൊണ്ടാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. ऐसे यीशु मसीह के हाथों से ही रचा गया है. ഞാൻ അവിടെ നിന്ന് മാറാൻ പോവാ. मैं इससे थोड़ा हटना चाहता हूँ. ഇന്ന് ലോകത്തിൽ ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും വലിയവൻ മിഷിയ കാക്കു എന്നൊരു നാളാണ്. आज इस चीजों को सीखने वाला वैज्ञानिकों में से सबसे बड़ा एक इंसान है मिशिया काकू. അത് ഒരു ജപ്പാൻ ശാസ്ത്രജ്ഞനാണ്. वो एक जापानीज वैज्ञानिक है. അദ്ദേഹം ഇന്ന് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആണ്. आज न्यूयॉर्क यूनिवर्सिटी का थियोरेटिकल फिजिक्स का HOD है. ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സിന്റെ തത്വങ്ങൾ അദ്ദേഹമാണ് ഫൈനൽ അതോറിറ്റി. ഇന്ന് फिजिक्स के सबसे गहरे बातों को अंगीकार करने के लिए वही एक फाइनल अथॉरिटी है. അദ്ദേഹം ദൈവം ഇല്ല എന്ന് പഠിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്. वो वैज्ञानिक जो है परमेश्वर नहीं है सिखाने वाला एक व्यक्ति था. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിതി മാറി. परंतु आज उनका परिस्थितियां बदल गई. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ദൈവമുണ്ട്. अब वो कहते हैं कि परमेश्वर है. ഈ ശബ്ദത്തിന്റെ പുറകിൽ ദൈവമുണ്ട്. इन आवाजों के पीछे परमेश्वर है. ഞാൻ ഇനിയും അടുത്ത പടിയിലോട്ട് പോട്ടെ. अगली बातों में हम समझेंगे. ശാസ്ത്രത്തിന്റെ നിഗമന പ്രകാരം ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. इस वैज्ञानिक लोगों के तरीके से बहुत सारी चीजों को समझ पाए. അതിനെല്ലാം ഉപയോഗിച്ചിരുന്നത് ഒരു വലിയൊരു ടെലിസ്കോപ്പാണ്. അതിനെ ഹബിൾ സ്കോപ്പ് എന്ന് വിളിച്ചത്. इन सब चीजों को समझने के लिए और बाहरी मंडल को समझने के लिए उन्होंने हबल स्कोप को उपयोग किया. പക്ഷെ കഴിഞ്ഞ 3-4 വർഷമായി ഹബിൾ സ്കോപ്പിനെ അങ്ങ് മാറ്റി. अब पिछले 3-4 साल से हबल स्कोप को थोड़ा सा हटा है. അതിനകത്തെ കണ്ടുപിടുത്തങ്ങൾ ശരിയല്ല എന്ന് ഇപ്പൊ പറയുന്നു. उसके अंदर से जो मिला है वो बहुत सारी चीजें सही नहीं था. ഇന്ന് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എന്ന് പറയുന്ന വേറൊരെണ്ണമുണ്ട്. आज जेम्स वेब टेलीस्कोप करके एक दूसरा टेलीस्कोप है. ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങൾ അത് മുഖേനയാണ്. आजकल की जो ड्रोन निकाल रहे हैं सब कुछ उसी के द्वारा ही है. അത് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം കണ്ടുപിടിച്ചത് വരെയുള്ളത് പലതും തെറ്റാ. वो जेम्स वेब के अनुसार अगर आप देखेंगे तो बहुत सारे जो हबल टेलीस्कोप ने जो ड्रोन निकाला था वो सब कुछ गलत है. ശാസ്ത്രം ഇങ്ങനെ ആടി തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ वैज्ञानिक लोग ये संसार जो है बहुत सारे इधर उधर होते रहे. ബൈബിൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. परंतु पवित्र शास्त्र इस सारी चीजों के बारे में बहुत ही गहरे रूप से सच्चाई से बता रहे हैं. ബൈബിൾ പറഞ്ഞു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. बाइबल सिखाता है कि आदि में परमेश्वर आकाश और पृथ्वी को रचे हैं. ഞാൻ ആ ഭാഗം ഒത്തിരി വിശദീകരിക്കത്തില്ല, പക്ഷെ തൊട്ടേ പറ്റൂ. पर मैं उसमें बहुत गहरे रूप से बताऊंगा नहीं, परंतु ആദിയിലെന്ന് പറഞ്ഞാൽ എന്നാ? इस आदि जब कहूंगा तो क्या है? ബൈബിളിനകത്ത് ആദി എന്നാന്ന് കണ്ടുപിടിക്കാൻ ഒരു മാർഗവും ഇല്ല. बाइबल में आदि कब है समझने के लिए कोई तरीका नहीं. പഴയ ഹബിൾ ടെലിസ്കോപ്പ് കൊണ്ട് അവർ കണ്ടുപിടിച്ചു പറഞ്ഞു ഈ പ്രപഞ്ചം ഉണ്ടായത് 13.2 ബില്യൺ വർഷങ്ങൾക്ക് 13.3 ബില്യൺ വർഷങ്ങൾക്ക് പുറകിലാണ്. हबल टेलीस्कोप के द्वारा उन्होंने ढूंढ निकाले थे कि इस पूरे कायनात को रचने के लिए लगभग 132 करोड़ साल पहले हुआ था. ഇപ്പോഴത്തെ ടെലിസ്കോപ്പ് പറഞ്ഞു അതിനേക്കാൾ മുമ്പേ. अब की जो टेलीस्कोप है उससे भी ज्यादा है. അന്നെന്നോ ഉളവാകട്ടെ എന്ന് ദൈവം ഒന്ന് പറഞ്ഞു. उस समय पर परमेश्वर ये होने पाए, सृष्टि होने पाए बताए. ആദ്യമേ ഒരു പ്രകാശം ആ ശബ്ദത്തിൽ നിന്നുണ്ടായി. उस आवाज से बहुत बड़ी रोशनी की किरणें निकली. 3 ലക്ഷം വർഷങ്ങൾ പ്രകാശം മാത്രം വന്നുകൊണ്ടിരുന്നു. लगभग 3 लाख साल जो है वो प्रकाश अकेला निकलता रहा. അതിനു മുമ്പ് മുഴുവൻ ഇവിടെ ഇരുളായിരുന്നു. उससे पहले पूरा इधर अंधेरा ही था. ഈ ഇരുളും വെളിച്ചവും തമ്മിൽ ഒരു സമരം നടന്നു. इस अंधेरा और प्रकाश के बीच में एक बहुत बड़ी लड़ाई हो रही थी. 3 ലക്ഷം വർഷമാണ് അത് ഉണ്ടായത്. लगभग 3 लाख साल वो हुआ है. ഇരുൾ തോറ്റു, अंधकार हार चुका, വെളിച്ചം ഉയർന്നു, प्रकाश उठा, ഒന്നാമത്തെ നക്ഷത്രം ഉണ്ടായി. पहले तारा निकला, പിന്നെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ. ऐसे ही तारागण 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 निकलता रहा. യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞു यूहन्ना की समाचार कह रही है ഇരുളിൽ നിന്ന് വെളിച്ചം ഉദിച്ചു. अंधेरा से प्रकाश निकला. അത് ദൈവത്തിന്റെ കൽപ്പനയാലായിരുന്നു. वो परमेश्वर की आज्ञा के द्वारा था. ഇരുളും വെളിച്ചവും തമ്മിൽ ഒരു സമരം നടന്നു. अंधेरा और प्रकाश के बीच में एक लड़ाई हुआ. വെളിച്ചം ഇരുളിനെ പിടിച്ചടക്കി. प्रकाश अंधेरे को हरा दिया. അത് ക്രിസ്തുവിനാലാണ്. अब वो मसीह के द्वारा ही है. ഇങ്ങനെ ബൈബിൾ നമുക്കൊരു നല്ല പഠനം തരുന്നു. ऐसे ही बाइबल हमें बहुत ही गहरे बातों को सिखाते हैं. ഇനിയും ബൈബിളിൻ പ്രകാരം इस बाइबल के अनुसार ദൈവം ആദ്യമേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു.
पहले परमेश्वर ने इस कायनात को रचा है। അന്ന് ഈ ഭൂമി ഇല്ല, उस समय में इस पृथ्वी नहीं था, അന്ന് ഭൂമിയെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. इस पृथ्वी को नहीं बनाया। ശാസ്ത്രവും പറയുന്നത് അങ്ങനെ. शास्त्र, इस वैज्ञानिक शास्त्र भी ऐसे ही कहते हैं। ഈ പ്രപഞ്ചം ഉണ്ടാക്കി നക്ഷത്രങ്ങളെല്ലാം കാണത്തക്കതുപോലെ കാണാവുന്ന നക്ഷത്രങ്ങൾ ഉണ്ടായി. ऐसे इस तारागण जो दिखने लायक है, ऐसे काफी साल पहले हुआ था। ആ കൂട്ടത്തിൽ തന്നെ ദൈവത്തിന്റെ ദൂതന്മാരെയും സൃഷ്ടിച്ചു. उसी समय पे ही परमेश्वर ने अपने दूतों को भी रचा। നക്ഷത്രങ്ങൾക്ക് എത്ര വർഷം പഴക്കമുണ്ടോ അത്രയും പഴക്കമുണ്ട് ദൂതന്മാർക്കും. इन तारागणों को जितने साल की पुरानी है उतना ही पुराने हैं ये सारे दूतगण। ഈ നക്ഷത്രങ്ങളെ ദൈവം എന്തിനാ സൃഷ്ടിച്ചത്? इन तारागणों को परमेश्वर ने किस लिए रचा? രാത്രിയിലൊന്നും മിന്നി കാണിക്കാനൊന്നും അല്ല, रात को चमकने के लिए अकेला नहीं, ഈ ദൂതന്മാർക്ക് താമസിക്കാൻ. इन दूतों को वास करने के लिए। ഇന്ന് നമ്മൾ പറയും ഭൂമിയെ ഉണ്ടാക്കിയത് നമുക്ക് താമസിക്കാൻ. आज हम कहेंगे कि पृथ्वी को बनाए हमें वास करने के लिए। ഇതുപോലെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയത് ദൂതന്മാർക്ക് താമസിക്കാൻ. ऐसे ही सारे तारागणों को परमेश्वर ने रचा सारे दूतों को वास करने के लिए। നക്ഷത്രങ്ങളിൽ മുഴുവൻ ദൈവം ദൂതന്മാരെ പാർപ്പിച്ചു. इस तारागणों में सारा परमेश्वर ने अपने दूतों को रचा। നക്ഷത്രങ്ങൾ എണ്ണി തീർക്കാനൊക്കത്തില്ല. तारागणों को गिन नहीं सकते हैं। നമ്മൾ വസിക്കുന്നത് നമ്മുടെ ഗാലക്സിയിൽ हम जिस गैलेक्सी में वास करते हैं 400 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് ഇപ്പൊ. ऐसे मानना है कि 400 करोड़ तारागण हमारे गैलेक्सी में अकेला है। ഇതുപോലുള്ള ഗാലക്സികൾ എണ്ണി തീർക്കാനൊക്കാത്ത പോലെ കിടക്കുക. ऐसे ही तरीके की गैलेक्सीज जो है बहुत अनगिनत है। നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. तारागणों की गिनती में कोई कमी नहीं है। ദൂതന്മാരും അതുപോലെ. दूतगण भी इतना ही है। ഓരോ നക്ഷത്രങ്ങളിലും കോടി കോടി ദൂതന്മാര്. हर एक तारागणों में करोड़ों दूतगण वास करते हैं। നമ്മുടെ ഒരു ഭൂമി തീരെ ചെറുതാ. നമ്മുടെ ഭൂമി, हमारी जो पृथ्वी है वो सबसे छोटा है। നമ്മുടെ സൂര്യന് ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട്. हमारी जो सूरज जो है पृथ्वी से 13 लाख बड़ा है, गुना बड़ा है हमारा सूरज। സൂര്യനേക്കാൾ 25 മില്യൺ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം വരെ കണ്ടിട്ടുണ്ട്. हमारे इस सूरज से भी बढ़कर लगभग 2.5 करोड़ गुना अधिक बड़ा तारागण भी हम देख पाएंगे। നമുക്കറിയാം ഒരു ഭൂമിയിൽ എത്ര കോടി മനുഷ്യനാ താമസിക്കുന്നത്. हम जानते हैं कि एक छोटा पृथ्वी में कितने करोड़ लोग वास करते हैं। അങ്ങനെയാണെങ്കിൽ ഈ നക്ഷത്രങ്ങളിൽ എന്തും വേണ്ടും ദൂതന്മാർ. अगर ऐसे है तो इन सारे तारागणों में कितने करोड़ों दूतगण हैं। ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ച് നക്ഷത്രങ്ങളിലാക്കി. परमेश्वर ने इन दूतों को सृष्टि करके तारागणों में वास करवाया। ഓരോ ദൂത സമൂഹത്തിലും ഒരു നേതാവും അതിന്റെ കീഴിൽ ഒരുപാട് ദൂതന്മാരും. हर एक तारागणों में एक नेता और उसके नीचे बहुत सारे उनके लोग हैं। ദൈവിക സൃഷ്ടിയുടെ തത്വമാണ് ലോകം മുഴുവനും കാണുന്നത്. इस परमेश्वर की सृष्टि की तत्व ही हमारी इस पृथ्वी में हम देख पाएंगे। നമുക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. हमें एक प्राइम मिनिस्टर है, അദ്ദേഹത്തിന്റെ കീഴിൽ ഒത്തിരി ചീഫ് മിനിസ്റ്റർമാരുണ്ട്. उनके नीचे बहुत सारे चीफ मिनिस्टर्स हैं, ഓരോ ചീഫ് മിനിസ്റ്ററുടെ കീഴിലും ഒത്തിരി സെക്രട്ടറിമാരുണ്ട്. हर एक चीफ मिनिस्टर के नीचे बहुत सारे सेक्रेटरीज हैं, അതിന്റെ എല്ലാം കീഴിൽ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. उनके सारे के नीचे अनेक डिपार्टमेंट्स हैं। ഒടുവിൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഹെബ്ബാൾ പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി പോലീസുകാരുണ്ട്. सबसे करीब जो है हैबाल पुलिस स्टेशन में बहुत सारे पुलिस वाले लोग भी हैं। വലിയ അധികാരങ്ങൾ, അതിന് താഴെ അധികാരം, അതിന് താഴെ അധികാരം, അതിന് താഴെ അധികാരം, ഒടുവിൽ നമ്മളും. बड़े अधिकारी, उससे छोटा अधिकारी, उससे छोटा अधिकारी, सबसे छोटा अधिकारी, उसके बाद हम सब लोग। ഇത് ദൈവത്തിന്റെ ഭരണക്രമമാണ്. അത് തന്നെ ഭൂമിയിലുമുള്ള. हम ये परमेश्वर की शासन प्रणाली है, वही हम पृथ्वी में भी हम देख पाएंगे। അങ്ങനെ ദൈവം ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഒരു വലിയ ദൂതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ലൂസിഫർ. ऐसे ही परमेश्वर ने जो रचा था उसमें सबसे बड़ा एक दूत था, वो दूत था लूसीफर। ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം എന്നാണ്. लूसीफर का वो शब्द का अर्थ जो है प्रकाश। ആരാ പേരിട്ടെന്ന് എനിക്കറിയാൻ വയ്യ. किसने नाम डाला मैं नहीं जानता। പക്ഷെ ലൂസിഫർ അതിഭയങ്കര ശക്തനായിരുന്നു. इस लूसीफर जो है अतिशक्त था, ഏറ്റവും സൗന്ദര്യം ലൂസിഫറിനായിരുന്നു. सबसे सुंदरता उसको था। ദൈവം ഉണ്ടാക്കിയ എല്ലാവിധ രത്നങ്ങൾ കൊണ്ടും ദൈവം ലൂസിഫറിനെ മൂടി. परमेश्वर ने जो रत्नों को बनाए थे इसी बहुमूल्य रत्नों से बनाया। അവൻ അറിവിൽ തികഞ്ഞവനായിരുന്നു. वो ज्ञान में संपूर्ण था, എല്ലാം കൊണ്ടും ഉന്നതനായിരുന്നു. वो सबसे ज्यादा ऊंचे में था। ഈ ലൂസിഫറിന്റെ പ്രധാന ജോലി ദൈവത്തെ പാട്ടുപാടി ആരാധിക്കുക. इस लूसीफर का मुख्य जो काम था, जिम्मेदारी, परमेश्वर को गीत गा के आराधना करना। അതുകൊണ്ട് ദൈവം അവനെ ഒരു നക്ഷത്രത്തെ താമസിപ്പിക്കാതെ സ്വർഗത്തിൽ കൊണ്ട് താമസിപ്പിച്ചു. इसलिए परमेश्वर ने उनको तारागणों में वास करने से बजाय उसको स्वर्ग में वास करने के लिए उन्होंने अनुमति दी। സ്വർഗത്തിൽ ഇവൻ 9.2 ബില്യൺ 920 കോടി വർഷം താമസിച്ചു. 920 करोड़ साल
स्वर्ग में अकेला उसने वास किया। ഈ കണക്കൊന്നും ബൈബിളിലില്ല. बाइबल में कहीं गिनती नहीं है, ശാസ്ത്രത്തിൽ ഒത്തിരി കണക്കുണ്ട്. परंतु वैज्ञानिक शास्त्र जो है बहुत सारे गिनती। ശാസ്ത്രത്തിലെ കണക്കും ബൈബിളിലെ ചരിത്രവും ചേർത്ത് പറയുന്ന ഞാൻ ഈ കണക്കൊക്കെ. बाइबल की कहानियां, बाइबल की घटनाएं और वैज्ञानिक लोग जो सिखाते हैं उन दोनों को मिलाकर मैं आपको सिखा रहा हूं। 920 കോടി വർഷം കഴിഞ്ഞതോടെ ലൂസിഫറിന്റെ അകത്തൊരു അഹങ്കാരം, लगभग 920 करोड़ साल के बाद जो हुआ, इस लूसीफर को थोड़ा सा घमंड हुआ। എല്ലാവരും ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നത്. सब लोग परमेश्वर को अकेला आराधना कर रहे हैं। എനിക്ക് ഇത്രയും അറിവുണ്ട്, എനിക്ക് ഇത്രയും സൗന്ദര്യമുണ്ട്, ഇത്രയും കഴിവുണ്ട്, എന്തുകൊണ്ട് എന്നെ കൂടെ കുറച്ചുപേർ ആരാധിച്ചുകൂടാ? मुझे तो इतना सामर्थ्य है, इतना सुंदर है, सुंदरता है, और क्यों लोग मुझे आराधना ना करें? ദൈവം തന്നെ ഒറ്റയ്ക്കാ തീരുമാനങ്ങൾ എടുക്കുന്നത്. परमेश्वर अकेला सारे डिसीजंस लेते हैं। വേറെ ആരുടെയും അഭിപ്രായം ദൈവം ചോദിക്കത്തില്ല. परमेश्वर किसी की राय नहीं जानते हैं। എനിക്കും കൂടെ അഭിപ്രായം പറയണമെന്ന് ലൂസിഫറിന് തോന്നി. लूसीफर को भी लगा कि मुझे भी कुछ राय बताना है। നമ്മൾ ഇന്ന് കാണുന്ന ഭരണ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലൂസിഫർ തീരുമാനിച്ചു. आज जो देख रहे हैं उस तरीके की जो गवर्निंग स्टाइल को लेके आने की അവൻ चाहता പല है। ദൂതന്മാരെ പറഞ്ഞു തെറ്റിച്ചു. अनेक दूतों को बोलकर वो गलत ठहराया। അതോടെ ദൈവം തീരുമാനിച്ചു ഇനി ഇവനെ സ്വർഗത്തിൽ പാർപ്പിക്കണ്ട. ऐसे ही परमेश्वर ने समझ लिया कि इसको अब स्वर्ग में वास करने लायक नहीं है। അപ്പോഴത്തേക്ക് ഇവനെ ഉണ്ടാക്കിയിട്ട് 920 കോടി വർഷമായി. तब तक लगभग 920 करोड़ साल हो चुका था। ദൈവം പറഞ്ഞു ഇനി ഇവനെ സ്വർഗത്തിൽ കൊള്ളുകയില്ല. परमेश्वर ने कहा कि अब इस दूत को स्वर्ग में वास करने योग्य नहीं है, ഇവനെ സ്വർഗത്തിൽ നിന്ന് മാറ്റണം. इसको स्वर्ग से हटाना है। പക്ഷെ സ്വർഗത്തിൽ നിന്ന് എങ്ങോട്ട് മാറ്റും? स्वर्ग से कहाँ हटाएंगे? എല്ലാ നക്ഷത്രങ്ങളിലും ദൂതന്മാരാ. हर एक नक्षत्रों में दूत है। ഇവനെ താമസിപ്പിക്കാൻ ഒരു സ്ഥലമില്ല. इसको वास करने के लिए एक योग्य जगह नहीं है। അതുകൊണ്ട് ഇവനെ താമസിപ്പിക്കുവാൻ ദൈവം ഒരു സ്ഥലം ഉണ്ടാക്കി. इसके लिए इसको वास करने के लिए परमेश्वर ने एक जगह बनाया, അതാണ് ഭൂമി. वो जगह है पृथ्वी। സ്വർഗവുമായി നോക്കിയാൽ ചെറിയ 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 ഒരു കൊച്ചു തരി പോലെയുള്ള ഒരു കൊച്ചു വസ്തുവാണ് ഭൂമി. इस स्वर्ग से तुलनात्मक तरीके से पृथ्वी को देखेंगे तो एक कंकड़ के समान सबसे छोटा है। ലൂസിഫറിനെ താമസിപ്പിക്കാൻ ഉണ്ടാക്കിയതാ. लूसीफर को वास करने के लिए बनाया गया था। നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ മുഴുവനും നടന്ന് മോഷ്ടിക്കുന്ന ഒരു കള്ളനെ പിടികിട്ടിയെന്നിരിക്കട്ടെ. आप समझ लीजिए कि इस भारत देश में हर जगह चोरी करने वाले एक इंसान को पकड़ा, ആ കള്ളനെ പിടിച്ച് ജയിലിടാൻ തീരുമാനിച്ചു. उस चोर को जेल में डाला। ഇന്ത്യയുടെ അത്രയും വലിപ്പമുള്ള ഒരു ജയിൽ ഉണ്ടാക്കി അവനെ അതിനകത്ത് കയറ്റു. आप क्या समझते हैं कि उस चोर को डालने के लिए इंडिया जितना बड़ा है उतना बड़ा एक जेल में डालेंगे? അവൻ 7 അടി 8 അടി ഒക്കെ ഉള്ള ഒരു കൊച്ചു മുറി ഉണ്ടാക്കി അതിനകത്ത് താമസിപ്പിക്കുന്നത്. पूरे भारत में चोरी करने वाले इस इंसान को 7 फुट का 8 फुट का जो बड़ा छोटा सा एक सेल के अंदर डालना കാര്യം ഇവനെ ജയിലിലോട്ടാ ഇടുന്നത്. क्योंकि वो उसको जेल में डाल रहे हैं। ഇതുപോലെ ലൂസിഫറിനോടും ചെയ്തു. ऐसे ही परमेश्वर ने लूसीफर से भी यही काम किया। ആകാശം അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായി കഴിഞ്ഞ് 920 കോടി വർഷം കഴിഞ്ഞ ഭൂമി ഉണ്ടായത് സയൻസിന്റെ കണക്കിൽ. इस वैज्ञानिक तौर से अगर हम समझेंगे, इस पूरे कायनात को रचने के बाद 920 करोड़ साल बाद इस पृथ्वी को परमेश्वर ने रचा है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും വർഷം കഴിയുന്നത് വരെ അവൻ പാപം ചെയ്യാതെ സ്വർഗത്തിലിരുന്ന് ഇപ്പോഴവൻ പാപം ചെയ്തു. इसीलिए मैंने कहा था कि वो पृथ्वी को बनाने तक उसने पाप किया बिना स्वर्ग में था। जैसे पृथ्वी को बनाया तो वो पाप किया था, इसलिए उसी कारण से पृथ्वी को बनाया था। ലൂസിഫറിനെ ഭൂമിയിലോട്ട് മാറ്റി. ऐसे ही लूसीफर को परमेश्वर ने पृथ्वी को हटाया। നമ്മുടെ ദൈവത്തിന് അടുത്തൊരു വലിയ ഗുണമുണ്ട്. परमेश्वर को एक अच्छा गुण है, ഒരു പാപം ചെയ്തതുകൊണ്ട് ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ആരെയും നശിപ്പിക്കത്തില്ല. एक बार पाप करने से परमेश्वर उसको नाश नहीं करेंगे। അവന് പിന്നെയും പിന്നെയും അവസരങ്ങൾ കൊടുക്കും. परमेश्वर दोबारा उसको मौका देंगे। ഞാനൊരു തെറ്റ് ചെയ്താൽ ദൈവം എന്നെ ശിക്ഷിക്കും, പക്ഷെ എനിക്ക് അവസരം തരും നന്നാകാൻ. परमेश्वर मैं जब गलती करूंगा तो परमेश्वर मुझे दंड देंगे, परंतु सुधारने के लिए एक मौका भी देंगे। ലൂസിഫറിനും അവസരം കൊടുത്തു. लूसीफर को भी एक मौका परमेश्वर ने दिए। അവനോട് പറഞ്ഞ തൽക്കാലം ഭൂമി ഉണ്ടാക്കുക, परमेश्वर ने कहा कि तो अब एक पृथ्वी को बनाएंगे, നിന്നെ ഭൂമിയിലോട്ട് പാർപ്പിക്കുക. तुझे पृथ्वी में हम वास कराएंगे। പക്ഷെ ഭൂമിയുടെ സകല സിസ്റ്റം സ്വർഗം പോലെ തന്നെ ഇരിക്കണം. परंतु पृथ्वी का सारा सिस्टम जो है स्वर्ग के समान ही होना है। സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ട് അതുപോലെ ഭൂമിയിലും ആകണം. स्वर्ग में जो है ऐसे ही पृथ्वी में भी होना है। സ്വർഗത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അത് തന്നെ ഭൂമിയിലും സംഭവിക്കണം. स्वर्ग में जो कुछ हो रहा है वही सब कुछ पृथ्वी में भी होना है। തൽക്കാലം നീ ഭൂമിയിലോട്ട് പോയി അവിടെ താമസിക്കുക. अब फिलहाल जो है पृथ्वी में जाकर के वास कर लेना। എന്റെ ഇഷ്ടം അതുപോലെ ഭൂമിയിൽ നടത്തണം. मेरी जो इच्छा है वही उसी तरीके से आप पृथ्वी में करना है। അങ്ങനെ ഇവൻ ഭൂമിയിൽ വന്നു. ऐसे उसने पृथ्वी में पहुंचा। ഇവിടെ വന്നിട്ടും അവന്റെ സ്വഭാവം മാറിയില്ല. इधर आने के बाद भी उसका स्वभाव तो परिवर्तन नहीं है। ഇവിടെ വന്നപ്പോഴത്തേക്ക് അവന് ദൈവത്തോടുള്ള വൈരാഗ്യം വർദ്ധിച്ചു. जैसे इसको पृथ्वी में डाला गया तो परमेश्वर के विरोध में उसको बहुत बड़ा गुस्सा आ चुका। അവൻ പറഞ്ഞ തിരിച്ചു സ്വർഗത്തിൽ കയറും. तो उसने कहा कि मैं अब परमेश्वर के स्वर्ग में पहुंचूंगा। ബാക്കിയുള്ള ദൂതന്മാരെ കൂടെ ഞാൻ സംഘടിപ്പിക്കും. वही जो जितने सारे दूत करना है उनको मैं मिलाऊंगा सब। ഞാൻ സ്വർഗത്തിൽ കയറും. मैं स्वर्ग में चढ़ूंगा। എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മീതെ വെക്കും. मेरा सिंहासन जो है परमेश्वर के सिंहासन के ऊपर मैं रखूंगा। ഇതുകൊണ്ട് ദൈവം അവനെ പിന്നെയും എടുത്തു കളഞ്ഞു.
इस कारण परमेश्वर ने इसको फिर से उधर से हटा അവനെ दिया। ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് മാറ്റി. इस भूमि से परमेश्वर ने इस अंतरिक्ष में वायुमंडल में डाल दिए। അവൻ ഭൂമിയിൽ വന്ന സമയത്ത് അവനൊരു പേരിട്ടു. पृथ्वी में जब पहुंचा था परमेश्वर ने उसको एक नाम दिया था। ഈ ലോകത്തിന്റെ പ്രഭു എന്നാണ് അവനെ വിളിച്ചത്. इस संसार के प्रभु करके लिखा है। ഇവിടുന്ന് ഇവനെ എടുത്ത് അന്തരീക്ഷത്തിൽ കളഞ്ഞു. इधर से परमेश्वर ने उसको इस वायुमंडल में डाल दिए। അതോടെ ഇവന്റെ പേര് മാറ്റി ആകാശത്തിന്റെ അധിപതി എന്ന് പേരാക്കി. ऐसे ही उसका नाम बदलकर इस आकाश की अधिपति करके लिखा है। അവിടെ ഇട്ട് അവൻ ഇവനെ ഇവിടുന്ന് എടുത്ത് കളഞ്ഞു. परमेश्वर ने पृथ्वी से उसको हटा दिए। ഇവൻ ഈ ഭൂമിയിൽ അവന്റെ സംസ്കാരം കൊണ്ടുവന്ന കാരണത്താൽ पृथ्वी में उसने अपना संस्कार ले आने के ഈ कारण ഭൂമിയെ പരിഷ്കരിക്കാൻ ദൈവം തീരുമാനിച്ചു. परमेश्वर ने इस पृथ्वी को दोबारा बनाने के लिए चाहते थे। ഞാൻ ഒരല്പം കൂടെ ഡീപ്പായിട്ട് പോവാം. परमेश्वर आज हम थोड़ा गहरे बातों को सीखेंगे। അവനിവിടെ എന്തൊക്കെ ചെയ്തു എന്നറിയാവോ? उसने क्या क्या किया मालूम है? അവൻ ഭയങ്കര കെട്ടിടങ്ങൾ ഈ ഭൂമിയിൽ പണിതു. उसने इस पृथ्वी में बहुत बड़े बड़े इमारतों को बनाया। ഒന്നും സ്വർഗത്തിന്റെ മോഡലല്ല. ऐसा कोई इमारत ऐसा कुछ नहीं है जो स्वर्ग के रूप में है। അവന് തോന്നിയ മോഡലിൽ പണിതു. उसको जो जैसे चाहा ऐसे उसने बनाया। ഇവനെ ഇങ്ങോട്ട് അയച്ചപ്പോ പറഞ്ഞത് സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിൽ കൊണ്ടുപോകണമെന്നാ. परमेश्वर ने इस लूसीफर को कहा था कि जैसे पृथ्वी में भेजूंगा स्वर्ग के समान उसको बनाना है। എനിക്ക് ഇന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ ഈ കമ്പ്യൂട്ടറിനകത്ത് കിടപ്പുണ്ട്. പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ നിവൃത്തിയില്ല. ഒരിക്കൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു സംശയം ഉണ്ടായി. ബൊളീവിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് തെക്കേ അമേരിക്കയിൽ. ആ രാജ്യത്തെ എന്തോ ഭൂമിക്കടി കിടക്കുന്നത്. इस एक जमाने पर वैज्ञानिक लोगों को एक कुछ संशय हुआ कि संदेह हुआ कि बोलिविया नाम के एक जगह में जो दक्षिणी अमेरिका में है उधर कुछ ऐसे कुछ भूमि के धरती के अंदर कुछ है। അവർ റഡാർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി. उन्होंने रडार रखकर उन्होंने चेक करके അവർ देखा। നോക്കിയപ്പോൾ ഒരു വലിയ സാധനം ഭൂമിയുടെ അടി കിടക്കുന്നു. उन्होंने जब देखे तो पृथ्वी के अंदर बहुत ही गहरे बड़ा एक चीज कुछ पड़ा है। കുഴിച്ചിറങ്ങി ചെന്നപ്പോൾ ഒരു കെട്ടിടം പണിതിരിക്കുക. जब उसने गाड़ के जब अंदर पहुंचे तो देखा कि एक बहुत बड़ा गहरा ആ इमारत है। കെട്ടിടത്തിന്റെ ഉയരം उस इमारत का ऊंचाई 3.5 കിലോമീറ്റർ. लगभग 3.5 किलोमीटर। നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം? कभी आपने सुना है कि लगभग 3.5 किलोमीटर बड़ी ऊंचाई वाला इमारत? 1/2 കിലോമീറ്റർ ഉയരത്തിൽ പണിയാൻ നമുക്കൊക്കത്തില്ലല്ലോ. आधा किलोमीटर ऊंचाई में हमको एक इमारत बना नहीं पाएंगे। ഈ കെട്ടിടത്തിന് 400 കോടി വർഷം പഴക്കമുണ്ട്. इस इमारत को लगभग 400 करोड़ साल पुराना है। 400 കോടി. എൻ്റെ ഈ കമ്പ്യൂട്ടറിനകത്ത് കിടപ്പുണ്ട്. അത് ഇന്റർനെറ്റ് കിട്ടും. എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പ്രൊജക്ട് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ പ്രൊജക്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. मैं जो कह रहा हूँ सब कुछ इंटरनेट में आपको मिल जाएगा। मेरे इस कंप्यूटर में भी है। प्रोजेक्ट करने के लिए दिखा नहीं पा रहे हैं इसलिए तो मैं दिखा नहीं पा रहा हूँ, परंतु सारा इंटरनेट में ഇതുപോലുള്ള വൻകിട സാധനങ്ങൾ കണ്ടു. ऐसे इस तरीके की बड़े बड़े पैमाने पर बड़े बड़े चीजों को हम देख पाएंगे। ഇത് മനുഷ്യനെ കൊണ്ടുണ്ടാക്കാവുന്നതല്ല. ये एक इंसान से बना नहीं पाएंगे। അങ്ങനെയാണ് പണ്ട് ഇവിടെ ആരണ്ട് ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിന് മനുഷ്യൻ നമുക്ക് മനസ്സിലായി. ऐसे अगर हम देखेंगे तो हम समझ पाएंगे कि बहुत साल पुराने जमाने पर इधर कोई वास करते थे। പക്ഷെ ദൈവം ഈ ഭൂമിയെ കൂടെ ശിക്ഷിച്ചു. परंतु परमेश्वर ने इस पृथ्वी को भी दंड दिया। ഭൂമിയെ ഉടച്ചു വാർത്തു. परमेश्वर ने इस पृथ्वी को तोड़कर बनाया। പണ്ട് ഇതൊരൊറ്റ ഗ്ലോബ് ആയിരുന്നു, ഒരു സർക്കിൾ ആയിരുന്നു. परमेश्वर पहले जो इस पृथ्वी एक बहुत बड़ा एक ग्लोब था। ഇപ്പം വലിയ ഉയരമുള്ള പർവ്വതങ്ങളുണ്ട്, തീരത്താണ് താഴ്വരകളുണ്ട്. अब जो है बहुत ऊंचाई में पहाड़ है, सबसे निचले स्तर की जमीन समतल भी है। ഇതെങ്ങനെ വന്നതാ? ये कैसे हुआ? ദൈവം ഈ ഭൂമിയെ ഉടച്ചു വാർത്തതാ. परमेश्वर इस पृथ्वी को दोबारा बनाया। ഞാൻ നിങ്ങളോട് ഒരു അനുഭവം കൂടെ പറയാം. मैं आपको एक गहरे बात बताऊंगा। 2018 ആദ്യമായി ഞാൻ ഈ വിഷയം പ്രസംഗിക്കുന്നത്. 2018 में मैं पहली बार इस विषय को मैं सिखा रहा हूँ। ഇത് മലയാളം സെക്ഷനാണ്. അന്ന് ഇതിനകത്ത് മലയാളം ആരാധന ഞാൻ പ്രസംഗിച്ചു. इस मलयालम कलीसिया में मैंने प्रचार किया हूँ। അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷ് സെക്ഷനിൽ പോയി അവിടെ പ്രസംഗിച്ചു. इसके बाद मैं इंग्लिश सेक्शन में जाकर के मैंने ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് 11 വയസ്സുള്ള ഒരു മോൻ, അന്ന് 11 വയസ്സ് ഒരു മോൻ എന്റെ കയ്യെ പിടിച്ചു. उस जैसे इंग्लिश सर्विस के प्रचार होने के बाद जैसे बाहर निकला, 11 साल के एक बेटा मेरे हाथ पकड़ ली। ഇവൻ എന്റെ കയ്യെ പിടിച്ചോണ്ട് ചോദിച്ചു, പാസ്റ്ററെ ഈ ചന്ദ്രനെ ഉണ്ടാക്കി എങ്ങനെയാന്ന് പറയാമോ? उन्होंने बताया कि पास्टर अंकल क्या आप बोल पाएंगे कि ये चंद्रमा को किसने बनाया? ഞാൻ പറഞ്ഞു, മോനെ ദൈവം ഉണ്ടാക്കി. उसने बताया कि परमेश्वर बनाया। അവൻ പറഞ്ഞു, അങ്ങനൊന്നും പറയാനൊക്കത്തില്ല, കറക്റ്റ് പറയണേ എങ്ങനെ ഉണ്ടാക്കിയത്. उन्होंने बताया कि ऐसे बोल नहीं पाएंगे, आपको बोलना है, सही बोलना है कि किसने बनाया। ഇപ്പൊ കറക്റ്റ് പറയാൻ എനിക്കറിയാൻ വയ്യ. मैं बोल नहीं पाता कि कौन बनाया। എനിക്കറിയാമായിരുന്നേ ഞാൻ വേറെ 1-2 ചന്ദ്രന്മാരെ ഉണ്ടാക്കിയേനെ. अगर मैं जानता था तो मैं उस चंद्रमा के समान दूसरे चंद्रमा को बना पाऊंगा। ഇത് ഓർത്തോണം, എനിക്ക് ഒത്തിരി അറിയാമെന്നൊക്കെ പറയുന്നവരുണ്ട്. അവരോട് ഒരു കൊതുകിനെയും ഉണ്ടാക്കി കാണിക്കാമെന്ന് നോക്കില്ല. अगर आप कोई बोल रहे हैं कि भाई मैं बहुत कुछ जानता हूं तो उनसे एक सवाल पूछ लेना, क्या एक मच्छर को बना के दिखा सकते हैं आप? എന്റെ ഭാര്യ ചിലപ്പോ പറയും നന്നായി ചോറ് വെക്കാൻ അറിയാമെന്ന്. मेरी पत्नी बोलती है कि मुझे अच्छी तरीके से चावल पकाने आता है, ചായ ഉണ്ടാക്കാനും അറിയാം. चाय बनाने के लिए मैं जानती हूँ। അപ്പൊ ഞാൻ ചോദിക്കും, ഉണ്ടാക്കി കാണിക്കാമോ? मैं बताऊंगा कि बना के दिखा पाओगे? ഉണ്ടാക്കി കാണിക്കും. वो दिखाएंगे। അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം, ചോറുണ്ടാക്കാനും അറിയാം. मैं समझ लूंगा कि इनको चाय बनाने
और चावल बनाने के लिए वो जानते हैं। എല്ലാം അറിയാമെന്ന് പറയുന്നതിനോട് ഞാൻ ചോദിക്കാറുണ്ട്, ഒരു കൊതുകിനെയും ഉണ്ടാക്കി കാണിക്കാവും? सब कुछ मैं जानता हूं बोलने वालों से मेरा एक सवाल है, क्या आप एक छोटा सा मच्छर बना के दिखा सकते हैं? അവനെ കൊണ്ട് നോക്കുകയില്ല. उससे नहीं होगा, ഇത് ദൈവത്തെ കൊണ്ട് നോക്കൂ. ये केवल परमेश्वर से ही होगा। അപ്പൊ ഈ കുഞ്ഞെന്റെ അടുക്ക വന്ന് ചോദിച്ചു ചന്ദ്രനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കറക്റ്റ് പറയാം. ഞാൻ പറഞ്ഞു മോനെ എനിക്കറിയാൻ വയ്യ. उस बेटा ने मेरे पास आके बताया कि चंद्रमा को कैसे बनाएंगे, आप बोल पाएंगे? ഈ 11 വയസ്സുകാരൻ എന്നോട് തിരിച്ചൊരു ചോദ്യം എന്നാ ഞാൻ പറയട്ടെ. मैंने बताया कि मैं नहीं जानता, तो उस बेटा ने मुझसे कहा तो मैं बताऊंगा आपको। നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടെ, ഞാൻ ഇവിടുത്തെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിലെ ഒരു ജൂനിയർ സയന്റിസ്റ്റ് ആണ്. मैंने इधर के एरोनॉटिकल डेवलपमेंट एस्टेब्लिशमेंट के जूनियर साइंटिस्ट मैं हूँ। ഒരു സയന്റിസ്റ്റ് ആയിട്ട് റിട്ടയർ ചെയ്ത് എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യം ഈ 11 വയസ്സുകാരൻ അറിയാം. मैं एक साइंटिस्ट के स्टेटस से रिटायर होने के बाद मैं इस स्थान में खड़ा होकर मैं बोल पाऊँ कि बेटा मैं जानता हूँ। ഞാൻ മോനെ പറയടാ എങ്ങനെയാ? मैं बेटा से बताया बेटा तू बोल कैसे है? എന്നോട് പറഞ്ഞു ആദ്യമായി പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ मुझसे कहा कि पहले जब इस कायनात को बनाते वक्त നമ്മുടെ സൂര്യന്റെ വട്ടം 20 ഗോളങ്ങൾ ഉണ്ടായിരുന്നു. हमारे इस सूरज के साथ लगभग 20 परिक्रमा करने वाले गोल था। ഏതോ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ആകർഷണത്തിന് വ്യത്യാസം വന്നു. किसी संदर्भ में इसके आकर्षण में कोई गलतियां हुआ। ശാസ്ത്രത്തിൽ പറയും ഇക്വിലിബ്രിയം തെറ്റി. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഇക്വിലിബ്രിയം എന്ന് പറയും. ഇക്വിലിബ്രിയം തെറ്റി. इसके आकर्षण करने वाली शक्तियों में इक्विलिब्रियम जो है वो नष्ट हो चुका है। ഇക്വിലിബ്രിയം തെറ്റിയതോടെ ഗ്രഹങ്ങൾക്ക് വന്ന് ഇടിച്ചു. इक्विलिब्रियम जैसे नष्ट हुआ तो इस एक ग्रह दूसरे ग्रह से टकरा दी। നമ്മുടെ ഭൂമിയെ വേറെ ഏതോ ഒരു ഗ്രഹം കയറി ഇടിച്ചു. हमारे इस पृथ्वी को किसी और ग्रह ने आकर के टकराए। ഭൂമി ചളിങ്ങിയെങ്കിലും ഇത് പൊട്ടിയില്ല. इस पृथ्वी जो है थोड़ा सा लगा तो भी, परंतु टूटा नहीं। പക്ഷേ ഇടിച്ച ഗ്രഹം പൊട്ടി. परंतु जिस ग्रह आके टकराया वो टूट गया। അപ്പൊ ഈ ഭൂമി തെറിച്ച് വേറൊരുത്തന്റെ വഴി പോയി. इस पृथ्वी टकरा कर किसी और जगह पर चला गया। അവൻ വന്ന് ഇവനെ ഭൂമി ഇടിച്ചു. वो आकर के फिर से इस पृथ्वी को टकराया। ഇടിച്ചവൻ പൊട്ടിത്തെറിച്ചു. जैसे ही टकराया तो वो वाला जो टकराया वो ग्रह टूट गया। ഭൂമി ഒന്ന് ചളുങ്ങി. इस पृथ्वी थोड़ा सा ഭൂമി തെറിച്ച് അടുത്തവന്റെ വഴി ചെന്നു. इस पृथ्वी किसी और की जगह पर चला गया। ഇങ്ങനെ കണ്ടവനെല്ലാം ഭൂമിയെ എടുത്തിട്ട് ഇടിച്ചു. ऐसे जिसने देखा सब लोग आकर के टकरा रहे थे। ഇപ്പൊ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് അറിയാമോ നമുക്ക്? अब आप समझ बोल पाएंगे कि कितने ग्रह हैं हमारे? സൂര്യന്റെ ചുറ്റും പണ്ട് 20 ആയിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ എത്ര ഉണ്ടെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? तो इस सूरज के चारों ओर घूमने वाले जो 20 ग्रह था, अब कितना है कोई बोल पाएंगे? 8. പ്ലൂട്ടോ എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ഒരു സംശയം കിടക്കുക. 8 है। प्लूटो नाम का जो ग्रह है वो एक थोड़ा सा डाउट है। അത് നമ്മുടെ ഹബിൾ സ്കോപ്പ് പറഞ്ഞാൽ പുള്ളി തീരെ ചെറുതാന്ന് പറഞ്ഞു. हबल स्कोप ने कहा कि ये सबसे छोटा है। പക്ഷെ നിങ്ങൾക്കറിയാമോ ഇപ്പോഴത്തെ ജെയിംസ് വെബ് സ്കോപ്പ് പറഞ്ഞറിയാവോ? जेम्स वेब टेलीस्कोप ने जो क्या कहा, ഭൂമിയുടെ 3 ഇരട്ടി വലിപ്പം ഉണ്ടെന്ന് പ്ലൂട്ടോയ്ക്ക്. पृथ्वी से भी 3 गुना बड़ा है प्लूटो। അപ്പൊ അങ്ങനെയാണെങ്കിൽ 9 തന്നെയാണ്. अगर ऐसे है तो 9 है। മറ്റേ ഒരു 3 വർഷത്തിന് മുമ്പിലത്തെ കണ്ടുപിടുത്തം ഹബിളിന്റേത് ഇപ്പം മാറി. അത് ഇങ്ങനെയല്ല ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കും. ये वैज्ञानिक शास्त्र जो सिखाते हैं वो हमेशा बदलते रहता है। ഓക്കെ, 2 ആയാലും കൂടിയാൽ 9 അത്രയും ഗ്രഹങ്ങളെ ഉള്ളൂ. जो भी हो ज्यादा से ज्यादा 9 ग्रह है। ബാക്കി 11 എന്ത് ചെയ്യും? बाकी 11 कहाँ चला गया? ഇത് പൊട്ടി കഷണങ്ങളായി തെറിച്ചു. ये जो है टूट कर बिखर गया। അതിനെ സ്പേസ് വേസ്റ്റ് എന്ന് വിളിക്കും. वो 11 जो ग्रह जो टूट कर बिखर गया वो आज वैज्ञानिक लोग कहते हैं स्पेस वेस्ट। ഇതിൽ വലിപ്പമുണ്ടായിരുന്ന 4 കഷണങ്ങൾ ഒന്നിച്ചുകൂടി. इसमें सबसे बड़ा 4 टुकड़ा जो है एक साथ मिला, वो അതാണ് നമ്മുടെ ചന്ദ്രൻ. वही है हमारा चंद्रमा। ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നോക്കിയാൽ अगर जब चंद्रमा जब जो खिलेगा तब हम देखेंगे तो അവന് 4 നിറം കാണും. उसको 4 रंग हम देख पाएंगे। അതെങ്ങനെ വന്നേ? वो कैसे हुआ? 4 കഷണം 4 ഗ്രഹങ്ങളിൽ നിന്ന് ഒന്ന് കൂട്ടിച്ചേർന്നതാ. 4 जो टुकड़ा 4 ग्रहों से आया हुआ टुकड़ा है। ഈ 11 വയസ്സുകാരൻ എന്നോട് ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ പറഞ്ഞാ നിനക്കിതാര് പറഞ്ഞതെന്ന് കുഞ്ഞെ? इस 11 साल के इस बेटा मुझसे जब ये पूरा सिखा रहा था तो मैं आश्चर्यचकित हो गया कि बेटा तू कहाँ से सीखा ये पूरा? അവൻ ഈ ബാംഗ്ലൂരിൽ ഏതോ സ്കൂളിലാണ് പഠിക്കുന്നത്. बैंगलोर में कोई स्कूल में सीख रहा है वो। അവൻ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ ഒരു സയന്റിഫിക് സിമ്പോസിയം നടന്നു. हमारे स्कूल में साइंटिफिक सिंपोजियम जो हुआ था, അന്ന് വെളിയിൽ നിന്നങ്ങാണ്ട് ഒരു ശാസ്ത്രജ്ഞൻ വന്നു. उस बाहर से कहीं एक वैज्ञानिक आया था। അയാളാണ് ഇതെല്ലാം പറഞ്ഞത്. उन्होंने ये सारे बात कहा। ഞാൻ പോയി ലൈബ്രറികൾ തപ്പി. मैंने लाइब्रेरी में ढूंढा। എനിക്ക് കിട്ടിയ സയൻസ് ലൈബ്രറികൾ മുഴുവൻ തപ്പി. मैं साइंस लाइब्रेरी में जाके ढूंढा। 2 ആഴ്ച കൊണ്ട് കണ്ടുപിടിച്ച് ചെറുക്കൻ പറഞ്ഞ മുഴുവൻ ശരിയാ. अब 2 हफ्ते में मैंने जो ढूंढ निकाला वो यह है कि बेटा जो कहा था वो सब कुछ सही है। ഇനി ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാവോ? अब बाइबल जो सिखाया वो क्या मतलब है? ലൂസിഫർ ഭൂമിയിൽ വേണ്ടാത്ത പണി ചെയ്തത് കാരണം लूसीफर भूमि इस पृथ्वी पर जो गलत काम किया था, ദൈവം ഭൂമിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. परमेश्वर ने इस पृथ्वी को दंड दिया। ദൈവത്തിന് കോപമുണ്ടായി. परमेश्वर क्रोधित हुए। ഭൂമിയെ ദൈവം സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കി.
परमेश्वर ने पृथ्वी को अपने स्थान से हटा दिया। അതിനുവേണ്ടി ദൈവം നേരത്തെ തീരുമാനിച്ച് എവിടേക്ക് ഒരിടത്തോട്ട് എടുത്തു മാറ്റി. परमेश्वर ने पहले निर्णय किया हुआ जगह पर उस परमेश्वर ने हटा दिए। ആ പോകുന്ന യാത്രയെക്കുറിച്ച് 104 സങ്കീർത്തനം പറഞ്ഞു. उस जाने वाली यात्रा के बारे में 104 वचन संहिता में लिखा है, മലകൾ പൊങ്ങി, पहाड़ उठा, താഴ്വരകൾ താണു, तराइयां निकली। ദൈവം ഭൂമിക്ക് ഒരുക്കിയ സ്ഥലത്തേക്ക് അത് മാറിപ്പോയി. परमेश्वर पृथ्वी को बनाए हुए जगह की ओर चला गया। ഇടിച്ചിടിച്ച് മാറ്റിയതാണ് ഇതിന് കുന്നുകൾ ഉണ്ടായതും താഴ്വരകൾ ये ഉണ്ടായതും. जाते वक्त टकरा टकरा के ही इस पहाड़ निकला, तराइयां हुआ। കുറെ ശാസ്ത്രജ്ഞന്മാർ 104 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തു. 1 മുതൽ 8 വരെയുള്ള വാക്യം വായിച്ചാൽ ഈ കാര്യം കാണാം. वचन संहिता 104 1 से 8 तक हम पढ़ेंगे तो सारा हम देख पाएंगे उधर। അങ്ങനെ ऐसे ही ഇതിനെ എടുത്തു മാറ്റി. परमेश्वर ने इसको हटा दिए। ലൂസിഫർ തെറ്റിപ്പോയ ഇടത്ത് परमेश्वर ने सोचा कि जहां लूसीफर गलत किया, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കും. मैं इंसानों को बनाऊंगा। യവൻ തെറ്റിയെങ്കിൽ ഞാൻ മനുഷ്യനെ കൊണ്ട് കാര്യങ്ങൾ നേരെയാക്കും. अगर इसने गलत किया तो परमेश्वर ने इंसानों से, मनुष्यों से अपना कार्य को निभाऊंगा। അതിന് മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം കുറെ പണി ചെയ്തു. इसलिए परमेश्वर ने मनुष्यों को बनाने के लिए परमेश्वर कुछ काम किए। ഈ ഭൂമിയെ റിപ്പയർ ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. इस पृथ्वी को परमेश्वर ने रिपेयर करने के लिए परमेश्वर ने सोचा। ഇതിനെ തിരിച്ചു കൊണ്ടുവന്നാൽ इसको परमेश्वर वापस लेके आते हुए ലൂസിഫർ പിന്നെ വരും. लेके आते हुए लूसीफर फिर से आएगा। ഇപ്പൊ ലൂസിഫറിനെ ഇവിടുന്ന് എടുത്ത് കളഞ്ഞിരിക്കുക. अब लूसीफर को इधर से हटा दिए, ഇവൻ തിരിച്ചു വരും. वो वापस आएगा। ഇവൻ വരാൻ പാടില്ല. वो वापस नहीं आना है। അതേസമയം മനുഷ്യനെ ഇവിടെ താമസിപ്പിക്കാൻ വേണം. उसी समय पर मनुष्य को इसमें वास कराना है। ഇതെങ്ങനെ ചെയ്യാൻ കഴിയും? ये कैसे होगा? അതുകൊണ്ട് ദൈവം ഈ അന്തരീക്ഷത്തെ ഒന്ന് രൂപീകരിച്ചു. इसलिए परमेश्वर ने इस वायुमंडल को थोड़ा हल्का सा परिवर्तन किया। 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൽ അതിനൊരു സൂചനയുണ്ട്. दूसरे पत्रोस की किताब 3 अध्याय में इसको थोड़ा सा हल्का सा हम देख पाएंगे। അതിനകത്ത് ഇങ്ങനെ എഴുതി, അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും ദൈവം മാറ്റി. उसमें ऐसा लिखा है कि उस जमाने पर जो आकाश और पृथ्वी था परमेश्वर ने हटा दिए। അന്നുണ്ടായിരുന്ന ആകാശം എന്ന് പറയുന്നതിനെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കോസ്മോസ് എന്നാണ്. उस जमाने पर जो आकाश था, ग्रीक शब्द जो है कॉस्मोस है। അന്നുണ്ടായിരുന്ന കോസ്മോസ് ദൈവം മാറ്റി. उस जमाने पे जो कॉस्मोस था परमेश्वर ने हटा दिए। എന്നിട്ട് മനുഷ്യന് താമസിക്കാൻ കൊള്ളാവുന്ന വേറൊരു കോസ്മോസ് ഉണ്ടാക്കി. उसके बाद परमेश्वर ने मनुष्य को वास करने योग्य एक कॉस्मोस इधर सृष्टि किए। ഞാൻ ഇച്ചിരൂടെ ഗൗരവമായിട്ട് പോകാം. थोड़ा सा आप समझ लेना। ഞാൻ ഒരു മുറിക്കകത്ത് ഉറങ്ങാൻ കിടന്നു എന്നിരിക്കട്ടെ. मान लीजिए मैं एक कमरे के अंदर सो रहा हूँ, അതിനകത്ത് അപ്പടി കൊതുക. उधर बहुत मच्छर है। എനിക്ക് ആ മുറി കിടക്കുകയും വേണം, കൊതുകിനെ ഓടിക്കുകയും വേണം. मुझे उस कमरे के अंदर सोना भी है परंतु मच्छर को हटाना भी है। ഞാൻ എന്ത് ചെയ്യും? मैं क्या करूंगा? മോസ്കിറ്റോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുക ഉണ്ടാക്കും. इस मच्छर को जो पसंद नहीं है वो ऐसे धुआं उड़ाऊंगा। എനിക്കൊരു കുഴപ്പമില്ല. मुझे कोई प्रॉब्लम नहीं, അതിന്റെ കോസ്മോസ് അങ്ങ് മാറ്റും. परंतु उस मच्छर को उधर उड़ने के लिए ना लायक एक कॉस्मोस बनाऊंगा। മോസ്കിറ്റോ പൊക്കോളും, ഞാൻ കിടക്കും. मच्छर उधर से उड़ के भाग जाएगा परंतु मैं तो सोऊंगा। ഇതുപോലെ ദൈവം കോസ്മോസിന് ഒരു വ്യത്യാസം ഉണ്ടാക്കി. उसी तरीके से परमेश्वर ने इस कॉस्मोस को परिवर्तन लेके आया। ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യന് ഓക്സിജൻ വേണം. मैं जिस इंसान को बनाऊंगा उसको ऑक्सीजन जरूरत है, അവന് വെള്ളം വേണം. उसको पानी जरूरत है। ലൂസിഫറിന് ഇത് രണ്ടും വേണ്ട. लूसीफर को ये जरूरत नहीं है। ലൂസിഫറിന് സൂര്യനിൽ നിന്ന് വരുന്ന രശ്മി ഡയറക്റ്റ് വേണം. उस लूसीफर को सूर्य से निकलने वाली रेशमी किरण काफी है। പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യന് അതിനകത്തെ പലതും പാടില്ല. परंतु मैं जिस मनुष्य को बनाऊंगा उसमें से बहुत सारे सूर्य किरण से निकलने वाली बहुत सारे किरण मनुष्य को जरूरत नहीं है। അതിന് ദൈവം ഈ കോസ്മോസ് ഒന്ന് മാറ്റി. इसलिए परमेश्वर ने इधर का कॉस्मोस थोड़ा सा चेंज किए। സ്കൂളിൽ പോയവർക്കറിയാം, അയണോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ സമ്പ്രദായം ഉണ്ടാക്കി. जो स्कूल में गए आप लोग समझ लेते हैं कि इस वायुमंडल में आयोनोस्फीयर नाम का एक फिल्टर परमेश्वर ने बनाया। ഇതിന്റെ മേളിലോട്ട് ഫിക്സ് ചെയ്തു. അങ്ങനെ കോസ്മോസ് മാറ്റി. इस पृथ्वी के चारों ओर परमेश्वर ने इसको बनाया और उसको फिक्स कर दिया, इस कॉस्मोस को बदल दिए। എനിക്ക് ദോഷം വരുന്ന ഒരു രശ്മി ഈ അയണോസ്ഫിയറിൽ കൂടെ വരത്തില്ല. मुझे जो मेरे खिलाफ जो रश्मि है वो किरण है वो इस आयोनोस्फीयर से होकर नहीं आएगा। ആ രശ്മികൾ ലൂസിഫറിന് ആവശ്യമാണ്, അതിങ്ങോട്ട് കയറത്തുമില്ല. वो रश्मियां इस लूसीफर को जरूरत है और इस धरती पर नहीं आएगा। എനിക്ക് ആവശ്യമുള്ള ഓക്സിജൻ വെള്ളവും ഇതിനകത്ത് കിട്ടും. मुझे जो जरूरत ऑक्सीजन और पानी तो मिल जाएगा। ഇങ്ങനെ മനുഷ്യന് വേണ്ടി ദൈവം ഭൂമിയെ രൂപീകരിച്ചു. इसलिए इसी तरीके से परमेश्वर ने पृथ्वी के लिए, मनुष्यों के लिए पृथ्वी को रूपांतरित किया। എന്നിട്ട് ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്നു. इसके बाद परमेश्वर ने इस पृथ्वी को वापस ले आए। ഇത് മുഴുവനും സൂചന നമ്മുടെ ബൈബിളിൽ കിടപ്പുണ്ട്. ये सारा बाइबल में लिखा हुआ है। അത് ശരിക്കും പഠിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാകും, ഞാൻ ദൈവത്തിന്റെ കൃപയെ വായിച്ചു പഠിച്ചു. ये सब कुछ अगर आप सीखेंगे तो आप समझ पाएंगे मैंने प्रभु के अनुग्रह से मैं सीख लिया। ഈ തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിച്ചതാണ് 6 ദിവസം. ये वापस लाने के लिए ही परमेश्वर ने 6 दिन लगाए। 6 ദിവസം കൊണ്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയാം. 5 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു നമ്മൾ പറയാറുണ്ട്. हम सब बोलते हैं कि 6 या 5 दिन के अंदर इस पृथ्वी को परमेश्वर ने रचा है। സത്യത്തിൽ സൃഷ്ടിച്ചത് അന്നല്ല, സൃഷ്ടിച്ചത് ആദിയിൽ. परंतु सच्चाई में पृथ्वी को बनाया
बहुत साल पहले। ഇതിനെ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടു इसके उस स्थान में परमेश्वर ने लेकर आया 5 ദിവസം കൊണ്ട്. 5 दिनों के अंदर। 6ാമത്തെ ദിവസം മനുഷ്യനെ ഉണ്ടാക്കി. इस छठे दिन परमेश्वर ने इंसानों को बनाया। ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ കാര്യം ഇന്ന് തൊടത്തില്ല. मैं मनुष्य को बनाने वाली बात आज नहीं बताऊंगा। ഒത്താൽ ഈ 3 ദിവസത്തിനകം തൊട്ടോളാം. मैं अगर होगा तो इस 3 दिनों में बताऊंगा। അദ്ദേഹത്തിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ എഴുന്നേറ്റു. इस इंसान की पुतली के अंदर परमेश्वर ने अपना जीव श्वास परमेश्वर ने ദൈവനെ ഉണ്ടാക്കുമ്പോൾ ഭൂമിയിലെ പൊടി ഉപയോഗിച്ചു. इस पृथ्वी को, मनुष्य को बनाते हुए इस धरती की धूल को उठाया बनाया। ലൂസിഫർ അഹങ്കരിക്കാൻ കാര്യം എന്നാണെന്നറിയാവോ? इस लूसीफर घमंड करने के कारण क्या मालूम है? സകലവിധ രത്നങ്ങൾ കൊണ്ടും അവനെ മൂടിയിരുന്നു. नवरत्नों से परमेश्वर ने उसको बनाए थे। അവന് ശോഭയുണ്ടായിരുന്നു. उसको प्रकाश था, അവന് ഭയങ്കര സൗന്ദര്യം ഉണ്ടായിരുന്നു. उसको बहुत सुंदरता था। അടുത്ത പറഞ്ഞു ഇനി ഉണ്ടാക്കുന്ന മനുഷ്യനും അഹങ്കരിക്കണ്ട. परंतु अब जो बनाने वाले इंसान जो है वो घमंड ना करे। അതുകൊണ്ട് ഒരു കഷണം പോലും ജ്വല്ലറി ഇല്ലാതെ അവനെ പൊടി കൊണ്ടുണ്ടാക്കി. एक टुकड़ा पत्थर के बिना परमेश्वर ने धूल से परमेश्वर ने बनाया। അവനെ സൗന്ദര്യത്തിൽ താണവനായി ഉണ്ടാക്കി. परमेश्वर ने सुंदरता में थोड़ा सा कम बनाया। എന്നിട്ട് പറഞ്ഞു എന്റെ പ്രതിനിധിയായി ഞാൻ നിന്നെ ഈ ഭൂമിയിലാക്കുക. उसके बाद परमेश्वर ने कहा कि मेरे ओर से मेरे राजदूत के समान तू इस पृथ्वी में काम करना। നീ എന്റെ അധികാരങ്ങൾ ഏറ്റുവാങ്ങണം. तू मेरी अधिकार को प्राप्त कर लेना। ഭൂമിയെ മുഴുവൻ നീ അടക്കി വാഴണം. इस पृथ्वी को तू राज करना। ചിലരെ ദൈവം ചില അധികാരങ്ങൾ ഏൽപ്പിക്കും. परमेश्वर कितने लोगों को अपना अधिकार देते हैं। ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു ഉദാഹരണം പറയാം. मैं आपको एक उदाहरण ഓക്കെ, बताऊं। ഉദാഹരണം പിന്നെ പറയാം. ചിലരെ ചില അധികാരങ്ങൾ ഏൽപ്പിക്കും. परमेश्वर कुछ लोगों को कुछ उदाहरण अधिकार देते हैं। ആദമിനും ഔവയ്ക്കും ആ അധികാരം കൊടുത്തു. आदम और हव्वा को परमेश्वर वो अधिकार दिए। 2 ദൈവത്തെ പോലെ വസ്ത്രം ധരിക്കണം. दूसरा, परमेश्वर के समान वस्त्र को धारण करना है। എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രതിനിധിയാകത്തുള്ളൂ. अगर ऐसे धारण करेंगे तब ही हम परमेश्वर का राजदूत बन सकते हैं। അതുകൊണ്ട് തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. 8ാം സങ്കീർത്തനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 8वें भजन संहिता में हम देख पाएंगे कि परमेश्वर ने इस पृथ्वी में मनुष्य रचा हुआ मनुष्य को तेज और आदर के साथ परमेश्वर ने इसको पहनाए। അത് മനുഷ്യന്റെ ദൈവത്തിന്റെ വേഷം. वो परमेश्वर का वेश था। ഇവനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കി. उस परमेश्वर ने उसको आदन की वाटिका में डाले। എന്നിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. परमेश्वर ने उसको आशीषित किए। നീ സകലത്തെയും അടക്കി വാണോണം. वो सबके ऊपर अधिकार चलाना। നിനക്ക് ഞാൻ സർവ്വ അധികാരവും തരിക. मैं तो सबके ऊपर अधिकार दे दूंगा। ദൈവം ചിലരെ ചില അധികാരങ്ങൾ ഏൽപ്പിക്കും. वो कुछ लोगों को कुछ अधिकार देते हैं। ഒരു പിശാചു പൊട്ടിയാൽ एक शैतान जब टूटेगा അതിന്റെ കീഴിൽ കിടക്കുന്നവർ സ്വതന്ത്രമാവും. उसके अधीन में रहने वाले सारे परिवार आजाद हो जाएंगे। ഓക്കെ, ആദമിനെ ദൈവം അധികാരം ഏൽപ്പിച്ചു എന്നുള്ള ആശയം മാത്രമാണ് ഞാൻ തൊട്ടത്. आदम को परमेश्वर ने अधिकार दिया, ये एक चीज बता रहा हूं। നിങ്ങളെയും ചിലരെ ദൈവം ഏൽപ്പിക്കണം. परमेश्वर आपको भी कुछ अधिकार देंगे। ഞാൻ ഇതുവരെയും ശാപത്തെ കുറിച്ച് ഒന്നും തൊട്ടില്ല. मैं अभी तक श्राप के बारे में कुछ कहा नहीं। ഇനി ഞാൻ തുടങ്ങാൻ പോവാ. मैं अब से शुरू करने जा रहा हूं। 1ാമത്തെ ദിവസം ദൈവത്തിന്റെ സൃഷ്ടി നടന്നു. पहले दिन परमेश्वर ने सृष्टि की। അന്ന് ദൈവം ഉണ്ടാക്കിയത് വെളിച്ചമാണ്. उस समय पर परमेश्वर ने सृष्टि किया प्रकाश। ആ വെളിച്ചത്തെ കണ്ട് ദൈവം പറഞ്ഞു നല്ലത് उस प्रकाश को देखकर परमेश्वर ने कहा अच्छा है। എന്ന് പറഞ്ഞ ദൈവം വെളിച്ചത്തെ അനുഗ്രഹിച്ചു. उसके बाद उसका मतलब यह है कि परमेश्वर ने प्रकाश को आशीष दी। അടുത്തൊരു ദിവസം ദൈവം പക്ഷികളെ സൃഷ്ടിച്ചു. अगले दिन परमेश्वर ने पक्षियों को सृष्टा। കണ്ടേച്ച് ദൈവം പറഞ്ഞു നല്ലത് परमेश्वर ने कहा कि अच्छा है। എന്ന് പറഞ്ഞ പക്ഷികളെ അനുഗ്രഹിച്ചു. पक्षियों को भी आशीष किए। ഇങ്ങനെ ഓരോ ദിവസവും സൃഷ്ടിച്ചു. ऐसे हर एक दिन परमेश्वर ने सृष्टि की। ഓരോന്നും കണ്ടേച്ച് ദൈവം പറഞ്ഞു നല്ലത് 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 നല്ലത്. हर एक सृष्टियों को बनाने के बाद परमेश्वर ने कहा कि अच्छा है अच्छा है अच्छा है। സൃഷ്ടിയിൽ സകലതും അനുഗ്രഹിക്കപ്പെട്ടു. सृष्टि में सब कुछ आशीषित रहा। കാലത്തിന്റെ പോക്കിൽ परंतु जैसे ही दिन बीत गया ഈ ലൂസിഫറിന് തിരിച്ചു വരണമെന്ന് പ്ലാൻ ഉണ്ട്. इस लूसीफर को वापस आने की इच्छा है। അവനിവിടെ വരാൻ ഒക്കത്തില്ല. उसको इधर वापस नहीं आ पाएंगे। അവനിവിടെ വന്നാൽ താമസിക്കാൻ അവനൊരു ശരീരമില്ല. उसको जब आएंगे तो आते वक्त रहने के लिए वास योग्य एक शरीर नहीं है। ഈ അയോണോസ്ഫിയറിനകത്തോട്ട് കയറിയാൽ इस आइनोस्फीयर के अंदर आने से അവനിവിടെ താമസിക്കണമെങ്കിൽ ശരീരം വേണം. जब वो आएगा तो इसको एक शरीर जरूरी है। അവന് ശരീരമില്ല. उसको शरीर नहीं है। അപ്പൊ അവനോട് താമസിക്കാൻ ഒക്കുകയില്ല. उसको इधर वास करने योग्य नहीं है। വന്ന് പെട്ടെന്ന് വന്ന് വിസിറ്റ് ചെയ്തൊക്കെ പോവാം. आके विजिट करके चले जा सकते हैं। ഇപ്പോഴ് ഏതാണ്ടൊരു അജ്ഞാത വസ്തു നമ്മുടെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്തൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു? इस सौर मंडल के अंदर एक अज्ञात चीज घूम रहा है। अगर आप न्यूज देखेंगे तो आप लोग देखे होंगे। ആരോ ഒരാൾ നമ്മളെ നോക്കാൻ വന്നിരിക്കുക. कोई हमें देखने के लिए आ चुका है। കഴിഞ്ഞ ദിവസം ആ വലിയ സ്കോപ്പ് എന്തോ ജെയിംസ് വെബ് സ്കോപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. पिछले दिन जेम्स वेब स्कोप जो है वो रिपोर्ट किया। ഈ സൂര്യനോട് ചേർന്ന് ഗ്രഹങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ആരാണ്ട് ഒരു പുള്ളി വന്നിട്ടുണ്ട്. सूरज के चारों ओर या ग्रहों के चारों ओर घूम के समझने के लिए कोई आ चुका है। പുള്ളിയുടെ സ്പീഡ് എന്നാന്നറിയാവൂ? उसका स्पीड क्या है मालूम है? ഒരു സെക്കൻഡിൽ 370 മൈലാ. एक सेकंड में 370 माइल। നമുക്കൊന്നും മനസ്സിലാവില്ല. आप समझ नहीं पाएंगे। കഴിഞ്ഞ ദിവസം ഇവിടെ വേറൊരാൾ വന്നിരുന്നു.
पिछले दिन एक और व्यक्ति आया था, ഇവിടെ അടുത്തൂടെ ഒക്കെ വന്നിരുന്നു. पृथ्वी के पास से निकल गया. യുമാമി എന്ന് ഏതാണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. യുമാമി. युमामी करके उसका कुछ नाम है. ആ കുരുളിക്കും ഭയങ്കര സ്പീഡായിരുന്നു. उसको भी बहुत स्पीड था. ഏതാണ്ട് 300 മൈലായിരുന്നു ഒരു സെക്കൻഡിൽ യാത്ര ചെയ്തു. लगभग 300 माइल एक सेकंड में वो यात्रा कर रहा നമ്മുടെ था. സ്കോപ്പുകൾക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. हमारे स्कोप टेलीस्कोप को वो समझ नहीं पाते हैं. ഇത് ആരോ ഭൂമിയെ നോക്കാൻ വന്നതാണെന്ന് ശാസ്ത്രലോകത്തിന് നന്നായി അറിയാം. वैज्ञानिक लोग कहते हैं, समझते हैं कि हमारी पृथ्वी को समझने के लिए कोई आ चुका है, പക്ഷെ തെളിയിക്കാൻ യാതൊരു മാർഗവുമില്ല. परंतु उसको साबित करने के लिए कोई चीज नहीं है. യുമാമിയുടെ ഫോട്ടോയും പിക്ചറും എല്ലാം ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. युमामी का फोटो और पिक्चर पूरा इंटरनेट में है. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പുള്ളിയുടെയും ഫോട്ടോയും പിക്ചറും എല്ലാം ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. अभी जो आया है वो भी हम इंटरनेट में देख पाएंगे. ശാസ്ത്രജ്ഞന്മാർ ഇത്രയും മാത്രം പറയുന്നുണ്ട്, ഇത് പ്രപഞ്ചത്തിലൊന്നും ഉള്ള സാധനമല്ല, ഇതിന് വെളിയിൽ നിന്ന് ഇവിടുന്ന് വരുന്നതാണ്, ഇത് എന്നാ നമുക്ക് അറിഞ്ഞുകൂടാ. वैज्ञानिक लोग बोलते हैं कि ये हमारे इस कायनात से बाहर कहीं से है, क्योंकि ये हमारे पृथ्वी में कहीं देख नहीं पाएंगे. ഇതുപോലെ ആയിരിക്കാൻ ലൂസിഫറും വന്നു. ऐसे ही लूसीफर भी आ चुका है. ലൂസിഫർ ഇവിടെ നിൽക്കാനൊക്കത്തിൽ ഉടനെ പോയേ പറ്റുള്ളൂ. लूसीफर इधर खड़ा नहीं हो पाएगा, तुरंत जाना पड़ेगा. പക്ഷെ ഇവിടെ വന്ന കൂട്ടത്തിൽ ഇവിടെ ഏറ്റവും കൗശലമുള്ള ജീവി പാമ്പാണെന്ന് കണ്ടു. जैसे ही इधर आया तो सबसे बुद्धिमान जो है वो सांप है. वो സെക്കൻഡ് കൊണ്ട് പാമ്പിനോടൊന്ന് സംസാരിച്ചു. सेकंड के अंदर उस सांप से शैतान ने बात की. പാമ്പിനോട് പറഞ്ഞു, നീയാണ് ഏറ്റവും ബുദ്ധിയുള്ള ജീവി. शैतान ने उस सांप से कहा, तो इस पूरे सृष्टि में तू ही चतुर है. എനിക്ക് ഈ ഭൂമി കുറച്ച് നാൾ താമസിക്കണം. मुझे इस पृथ्वी में थोड़ा दिन वास करना है. അതിന് എനിക്ക് ശരീരമില്ല. मुझे शरीर नहीं है. നിന്റെ ശരീരത്തിൽ ഞാനൊന്ന് കേറിക്കോട്ടെ? तेरे शरीर में मैं आ जाऊं? എനിക്കൊരു അനുവാദം തരാം. थोड़ा मुझे मौका देगा? ഞാൻ നിന്നെ വലിയ പുള്ളിയാക്കാം. मैं तुझे बड़ा इंसान बनाऊंगा. മറ്റു മനുഷ്യനെ കൊണ്ട് നിന്നെ ആരാധിപ്പിക്കാം. मैं दूसरों से तुझे आराधना दिलवाऊंगा. നിനക്കൊരു വലിയ സ്ഥാനം തരാം. मैं ऊंच स्थान दूंगा. ഞാൻ കേറിക്കോട്ടെ? मैं आऊं क्या? പാമ്പ് സമ്മതിച്ചു. चतुर सांप ने हाँ मान लिया. അങ്ങനെ ലൂസിഫറിന്റെ ശക്തി പാമ്പിൽ കയറി. ऐसे ही लूसीफर की सामर्थ सांप के अंदर आ चुका. ഇനി ഈ കോസ്മോസിൽ അവന് കുറച്ച് നാൾ താമസിക്കാം. अब इस शरीर में इस कॉस्मोस में वास कर सकता है. നമുക്കറിയാം, ഈ സാധാരണ ശക്തികൾക്ക് ഈ ഭൂമിയിൽ താമസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വേണം. हम जानते हैं क्या कि साधारण शक्तियों को इस पृथ्वी में वास करने के लिए कोई ना कोई शरीर जरूरी है. നമ്മുടെ ദൈവത്തിന് ഒരു വസ്തുവിന്റെ ആവശ്യമില്ല. हमारे परमेश्वर को कोई वस्तु की जरूरत नहीं है, ദൈവം ഇതിന്റെ സൃഷ്ടാവാ. क्योंकि इस सारी चीजों का कायनात का रचने वाला है. ഏത് സമയത്തും എപ്പോ വേണേലും വരാം. किसी समय पर भी आ सकता പക്ഷെ है. വേറൊരു ശക്തിക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ परंतु दूसरी एक शक्ति को वास करना है പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് വേണം. तो उसको कुछ जरूरी है. കല്ലായാലും വേണ്ടിയല്ല, തടിയായിരുന്നാലും വേണ്ടിയല്ല, പേപ്പറെ വരച്ചു തന്നാലും വേണ്ടിയല്ല, എന്തെങ്കിലും ഒരു വസ്തു ഇല്ലാതെ പുള്ളിക്ക് താമസിക്കാൻ പറ്റില്ല. पत्थर हो, लकड़ी हो, या कोई मिट्टी हो, या कोई चित्र हो, कहीं ना कहीं एक जरूरी है. ഈ ലൂസിഫർ പാമ്പിൽ താമസിച്ചു. इस लूसीफर इस सांप में वास किया. എന്നിട്ട് ഈ പാമ്പിനെ കൊണ്ട് ഔവ്വായ അമ്മച്ചിയോട് സംസാരിച്ചു. इस सांप के द्वारा हवा दादी माँ से शैतान ने बात करवाया. അരുതെന്ന് ദൈവം പറഞ്ഞ കാര്യം നീ ഒന്ന് ചെയ്യാമോ? परमेश्वर ने जो मना किया था, क्या आप तो करोगे? തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നാ പറഞ്ഞത്. इस वाटिका की मध्य वाले जो वृक्ष के फल को नहीं खाना है. അതൊന്ന് തിന്നാമോ? आप थोड़ा खाओगे? അമ്മച്ചി പറഞ്ഞു തിന്നാം. और आज दादी माँ ने कहा कि ठीक है खाओ. എനിക്ക് എന്നാ കിട്ടും? मुझे क्या मिलेगा? ഒന്ന്, കാണാൻ ഭംഗിയുള്ളതാ. एक, दिखने में सुंदर है. നിന്റെ കണ്ണിന് സന്തോഷമായിരിക്കും. तेरे दिखने में बहुत सुंदर है. രണ്ട്, തിന്നാൻ മധുരം. और खाने में मधुर. നിന്റെ നാവിൻ രുചിയായിരിക്കും. और तेरे जीभ के लिए बहुत स्वादिष्ट है. പിന്നെ അകത്ത് ചെന്നാൽ ജ്ഞാനം ഉണ്ടാകാൻ നല്ലതാ. और अंदर जब जाएगा तो ज्ञान उत्पन्न ഈ होगा. ഗുണങ്ങളെല്ലാം ഇതിനുള്ളതാ. ये सब कुछ इस फल के अंदर है. പറിച്ചു തിന്നോളാൻ പറഞ്ഞു. तोड़ के खा लो. ഇത് പറിച്ചു തിന്നുകയും जैसे ही तोड़ के खा ली, ദൈവം മനുഷ്യനോട് കോപിച്ചു. परमेश्वर इंसान से क्रोधित हुए, മനുഷ്യനെ ശപിച്ചു. मनुष्य को श्राप किए. ശാപം വന്നത് എവിടുന്നാണ് ഞാൻ ഇന്ന് തൊട്ടത്. श्राप कहां से आया, ये इतने बातों से मैं समझाया. ലൂസിഫറിനെ മനുഷ്യൻ അനുസരിച്ചതോടെ लूसीफर को मनुष्य जब विधेय हुआ, മനുഷ്യനിൽ ശാപം കയറി. मनुष्य के अंदर श्राप आ चुका. പണ്ട് ദൈവം അനുഗ്രഹിച്ച സകലതിനെയും തിരിച്ച് ശപിച്ചു. पहले परमेश्वर ने जो आशीष किया था, सब चीजों को परमेश्वर ने दोबारा श्राप മനുഷ്യനോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് സന്താനപുഷ്ടിയുള്ളവനായി പെരുകണം, അതൊരു അനുഗ്രഹമായിരുന്നു. परमेश्वर ने मनुष्य से कहा कि तू संतानों को जन्म देकर तू भर लेना. പക്ഷെ ഈ പാപം കയറി കഴിഞ്ഞ ഉടനെ पर जैसे इस पाप अंदर आ चुका, സ്ത്രീയോട് പറഞ്ഞു, स्त्री से परमेश्वर ने कहा, നിനക്ക് തന്ന അനുഗ്രഹം ഞാൻ എടുക്കത്തില്ല, तेरे जो दिया वो आशीष मैं लूंगा नहीं, പക്ഷെ അതിന്റെ കൂടെ ഞാനൊരു ശാപം കൂടെ ചേർക്കുക. एक और श्राप मैं दूध दूंगा. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. तो दर्द के साथ बच्चों को जन्म दोगी. ഭാര്യാഭർത്താക്കന്മാർ സമത്വത്തിൽ ജീവിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചതാ. पति और पत्नी समान रूप से जीने के लिए परमेश्वर ने दिया. പക്ഷെ ഇന്നു മുതൽ നീ നിന്റെ ഭർത്താവിന് കീഴടങ്ങി പോകണം. परंतु आज से तू अपने पति के अधीन रहोगी. അനുഗ്രഹത്തോടുകൂടെ ഒരു ശാപം കൂടെ. आशीष के साथ एक श्राप.
മനുഷ്യനോട് പറഞ്ഞു, നിന്റെ അധ്വാന ഫലം നീ തിന്നാനാ ഞാൻ നിന്നെ തോട്ടത്തിലാക്കിയത്. मनुष्य से कहा कि तू तेरे हाथ के फल को खाने के लिए परमेश्वर ने तुझे रचा है. ആ അനുഗ്രഹത്തിനോട് ഒരു കൊച്ചു ശാപം കൂടെ. उस आशीष के साथ एक छोटा सा श्राप भी. മുഖം വേർക്കാതെ നീ തിന്നത്തില്ല, നീ കഠിനാധ്വാനം ചെയ്തേ പറ്റൂ. अपने चेहरे से पसीना गिरे बिना तू खाओगे नहीं, उस पसीने के साथ ही तुझे खाना है. സകല പക്ഷി മൃഗാദികളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് इस सारे पक्षियों को, जानवरों को खड़ा करके അതിന്റെ പ്രതിനിധിയായി പാമ്പിനെ വിളിച്ചു. उसके राजदूत सांप को बुलाया. നീ ശപിക്കപ്പെട്ടിരിക്കും. तू श्रापित रहेगा. ഒന്ന്, ആഹാരത്തിൽ നീ നിലത്തെ പൊടി തിന്നും. खाने में तो धरती की धूल को खाओगे. എല്ലാരും മാന്യമായി ഭക്ഷിക്കുന്ന പോലെ നിനക്ക് ഭക്ഷിക്കാനൊക്കത്തില്ല, നീ ഭൂമിയിലെ പൊടി തിന്നും. सब लोग जैसे खाओगे ऐसे तू खा नहीं पाओगे, तू धरती का धूल को खाओगे. പൊടിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഈ മനുഷ്യനെ അല്ലേ നീ തെറ്റിച്ചത്. इस धूल से बनाए हुए इस मनुष्य को तूने टुकराया. നീ നിലത്തെ പൊടി തിന്നും. तू धूल को खाओगे. എല്ലാം ജീവികൾക്ക് ഉള്ളതുപോലെ നിനക്കിപ്പോ കയ്യും കാലും ഉണ്ട്. जैसे ये सारे जानवरों को हाथ और पैर है, ऐसे तुझे हाथ और पैर है. ഇന്നു മുതൽ നിന്റെ കയ്യും കാലും നിനക്ക് നഷ്ടപ്പെടും. आज से तुझे हाथ और पैर नष्ट हो जाएगा. നീ പള്ള കൊണ്ട് ഉരസുകൊണ്ട് ചലിക്കും. तू अपने पेट के बल पर तू चलोगे. നീ ഒരു ശത്രുവായി മാറും. तू एक शत्रु होगा. ഈ സ്ത്രീയുടെ സന്തതി നിന്റെ തല തല്ലി തകർക്കും. इस स्त्री की संतान तेरे सर को कुचलेगा. ഇങ്ങനെ ശത്രുത്വം വെച്ചു. ऐसे पैर को प्रभु ने खड़ा किया. സകലതിനെയും ദൈവം ശപിച്ചു. सारी चीजों को प्रभु ने शापित किया. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ചുരുക്കി പറയട്ടെ. मैं जो कहा एक बार സൃഷ്ടിയെങ്കിൽ ദൈവം സകലതിനെയും അനുഗ്രഹിച്ചു. सृष्टि में सब कुछ प्रभु आशीष किया. എന്നാൽ പാപം ചെയ്ത പിശാചിനെ അല്ലെങ്കിൽ ലൂസിഫറിനെ അനുസരിച്ച കാരണത്താൽ മനുഷ്യനെ ദൈവം ശപിച്ചു. पाप करने वाले इंसान परमेश्वर को अविधेय होने के कारण परमेश्वर ने मनुष्य को श्रापित किया. മനുഷ്യൻ മുഴുവനും പാപത്താൽ ശാപത്തിന് വിധേയമായി. पाप के कारण सारे मनुष्य श्राप के अधीन हो गए. ഇവിടുന്നാണ് ശാപം വരുന്നത്. इधर से ही श्राप आएगा. അതിന്റെ ഒറിജിനെ കുറിച്ച് ആരും സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. इसके शुरुआती दौर जो है कोई समझाए नहीं इतने हद. ഞാൻ ഈ പറഞ്ഞത് ഒത്തിരി 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 ചരിത്രത്തിന്റെ मैं जो सिखाया वो बहुत गहरे बात, बहुत सारे इतिहासों को मिलाकर समझाया. ഞാൻ ഈ പറഞ്ഞിടത്തോളം ശാസ്ത്രഭാഗങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഒരു 5000 പേജെങ്കിലും ശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ വായിക്കണം. मैं जितना सिखाया लगभग 5000 पन्नों के किताबों को अगर आप सीखेंगे तब ही मैं थोड़ा हल्का सा समझ पाएंगे. ഞാൻ ഈ പറയുന്ന ചരിത്രം മനസ്സിലാകണമെങ്കിൽ 4000 ശിഷ്ടം പുസ്തകങ്ങൾ വായിക്കണം. लगभग 4000 पुस्तकें आपको सीखना है. ഞാൻ ഇതൊന്നും വായിച്ചിട്ടില്ല. मैं ये पूरा सीखा नहीं. ഞാൻ വായിച്ചതല്ലല്ലോ, ഞാൻ പഠിച്ചത്. ആരെങ്കിലും പഠിച്ചവർ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നതല്ലേ. मैं जो सीखा वो किसी और ने सीखा और सिखाया, उससे से मैंने सीखा. നമ്മൾ ആരും അമ്മയുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. मैं जब माँ के गर्भ से निकला तो हम लोग कोई सीख के नहीं है. അറിയാവുന്നവർ പറഞ്ഞു തന്നെ ഉണ്ടാ നമ്മൾ അറിയുന്നത്. जो जानने वाले हैं वो लोग सिखाए, इसलिए हम लोग सीखे. ഇതാ ഞാനും ചെയ്യുന്നത്. എനിക്ക് അറിയാവുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ऐसे ही मैं कर रहा हूँ, जो मैंने सीखा मैं आपसे सिखा रहा हूँ. ഇങ്ങനെ ശാപം ഭൂമിയിൽ വന്നു. ऐसे धरती पर श्राप आया. ഇനി ഒരു വ്യക്തിയിൽ ശാപം ഉണ്ടായാൽ एक व्यक्ति में श्राप जब आएगा, നമ്മൾ അടുത്ത 2 ദിവസം കൊണ്ട് ഒത്തിരി ആഴത്തിൽ ഇറങ്ങി പഠിക്കും. अगले 2 दिन में बहुत ही गहरे रूप से हम समझेंगे. അവരിൽ നിന്ന് അവരുടെ മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും ശാപം പോകും. उनसे अपने बच्चों के बच्चों को और उनके पोतों परपोतों से तक वो पहुंचेंगे. അതുപോലെ തന്നെ അനുഗ്രഹവും. ऐसे ही श्राप भी. ദൈവത്തിങ്കിൽ നിന്ന് ഒരുത്തൻ അനുഗ്രഹം പ്രാപിച്ചാൽ परमेश्वर की तरफ से एक आशीष एक व्यक्ति प्राप्त करेगा, മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും അനുഗ്രഹം പോകും. बच्चों को और परपोतों के अंदर तक वो पहुंचेगा. സത്യത്തിൽ ഒരു സഭ അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ वास्तविक रूप से एक कलीसिया अगर आशीषित है, അതിനകത്ത് വരുന്നവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. उसके अंदर जितने लोग आएंगे सब लोग भी आशीषित रहेंगे. അതിന്റെ മെമ്പേഴ്സ് അനുഗ്രഹം പ്രാപിക്കും. उसके सदस्य लोग आशीषित रहेंगे. ഇന്നലെ പൂനായി എന്നൊരാളിവിടെ പ്രാർത്ഥിക്കാൻ, ഞായറാഴ്ച അതിന്നലെ അല്ലേ, ഇന്നലെ തന്നെ ഞായറാഴ്ച പൂനായി എന്നൊരാളിവിടെ പ്രാർത്ഥിക്കാൻ വന്നു. कल पूना से एक व्यक्ति प्रार्थना करने आए थे. ശരീരത്തു നിന്ന് ഒരു ഡ്രോപ്പ് യൂറിൻ പോകത്തില്ല. शरीर से एक ड्रॉप यूरिन नहीं आता. 2 കിഡ്നി 100% പോയി. दोनों किडनी 100% चला गया. 2 കിഡ്നിയും കൂടെ മാറ്റി വെക്കാൻ എളുപ്പമല്ല. दोनों किडनी बदलने के लिए उतना आसान नहीं है. സാധാരണഗതിയിൽ 1 കിഡ്നി മാറ്റിയാൽ മതി, അത് ഞാൻ സമ്മതിച്ചു. साधारण तौर से एक किडनी हटाने से चेंज करने से काफी है. രണ്ടായിലൂടെ പ്രാർത്ഥിക്കാൻ വന്നു. किसी भी हालत में वो प्रार्थना करने आए. എന്തോ എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. मुझे लगा कि कुछ परमेश्वर विशेष रूप से ഞാൻ ആളിനെ വിളിച്ച് അകത്തെ മുറിക്കകത്തോട്ട്. मैंने उस व्यक्ति को अंदर वाले कमरे में ले गया. എന്റെ ഭാര്യയോട് പറഞ്ഞു, വന്ന് ഇവരുടെ ശരീരത്തോട്ടൊന്ന് കൈവെക്കാൻ പറഞ്ഞു. मेरे पत्नी से कहा कि आप आओ और आकर उस बहन के शरीर को छू लेना. എന്തോ ദൈവം എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. परमेश्वर मुझसे कहा इसलिए मैंने वो किया. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ കിഡ്നി ഫംഗ്ഷൻ ചെയ്യും. मैं बताया कि यीशु मसीह के नाम से दोनों किडनी फंक्शन ഇന്ന് होगा. വൈകുന്നതിനകം കിഡ്നികൾ ഫംഗ്ഷൻ ചെയ്തിരിക്കണം. इस शाम के अंदर ही दोनों किडनी काम करना है. കാര്യം എവിടെയോ ഒരു ശാപം വീണതാ. कहीं एक श्राप पड़ा हुआ है. ഞാനത് പൊട്ടിക്കുക. मैं उसको तोड़ रहा हूँ. ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരിക്കുന്നു, പാസ്റ്റർ 3 വർഷം കഴിഞ്ഞ് യൂറിൻ പാസ് ചെയ്തു. कल रात मुझे कॉल किए और बताया कि पास्टर 3 साल के बाद पहली बार यूरिन में पेशाब पास किया.
ഇന്ന് രാവിലെ 10 മണിക്ക് ഒരാൾ വന്നിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് आज सुबह 10 बजे एक व्यक्ति आया, 2 കിഡ്നിയും കേടാ. दोनों किडनी फेल, പക്ഷെ യൂറിൻ ഉണ്ട്. यूरिन है, ഇത് കിഡ്നിക്ക് വരുന്ന വേറെന്തോ രോഗമാണ്. किडनी में आया कोई और बीमारी, എനിക്ക് അതിന്റെ പേരൊന്നും അറിയാൻ വയ്യ. मुझे वो बीमारी नहीं जानता. അവരുടെ കയ്യിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. बहुत सारे मेडिकल सर्टिफिकेट्स है, എന്നോട് പറഞ്ഞു ലാസ്റ്റ് സ്റ്റേജിലാ, उसके लास्ट स्टेज में, ഇനി കുറച്ച് ദിവസം കൂടെ കാണത്തുള്ളൂ. अब थोड़ा दिन और रहेगी. അവിടെ കംപ്ലീറ്റ് ഫാമിലി ഇയാളെ എടുത്തോണ്ട് ഇനി വരികയായിരുന്നു. अब पूरा परिवार इसको उठा के ले आया. ഞാൻ പറഞ്ഞു ബ്രദറെ ഞാനൊന്ന് പ്രാർത്ഥിക്കാം. मैं बताया कि ब्रदर मैं थोड़ा प्रार्थना करूंगा, പക്ഷെ നീ ദൈവവുമായിട്ട് അടുക്കാതെ ഇത് ശരിയാകില്ല. परंतु आप परमेश्वर के साथ मिलने तक ये कुछ नहीं होगा. നിനക്ക് ഈ ശാപം ഉണ്ടാകാൻ നിന്റെ കയ്യിൽ എന്തോ ബലഹീനതയുണ്ട്. അതുകൊണ്ടാ तेरे अंदर ये श्राप होने का कोई कारण होगा. നീയോ നിന്റെ മക്കളോ നിന്റെ ഭാര്യയോ ദൈവത്തോട് എന്തോ വേണ്ടാതെ കാണിച്ചിട്ടുണ്ട്. आप या आपकी पत्नी या आपके बच्चे लोग परमेश्वर के खिलाफ कुछ किए होंगे. ഇന്ന് നിങ്ങളൊന്ന് നേരെയാകണം. अगर आप उसको मानकर अगर प्रभु के साथ ठीक हो जाएंगे. എല്ലാവരും കൂടെ കരഞ്ഞു വിളിച്ച് ദൈവസന്നിധിയിൽ അനുദപിച്ചു. ये लोग रो के वो प्रार्थना कर रहे थे. ഞാൻ ഒരു 1/2 ഡ്രോപ്പ് എണ്ണ എടുത്ത് അവരുടെ ശരീരത്തിൽ വെച്ച് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. आधा ड्रॉप तेल लगा के मैं प्रार्थना किया और कहा कि यीशु मसीह के नाम से चंगाई हो जाए. എനിക്ക് ഇന്ന് രാത്രി ചെന്നിട്ട് വിളിച്ചു ചോദിക്കണം എങ്ങനെ ഉണ്ടെന്ന്. मैं आज रात को घर जाके कॉल करूंगा क्या है? ദൈവം ഒരുവനെ അനുഗ്രഹിക്കും, ദൈവം ഒരുത്തനെ ശപിക്കും. परमेश्वर एक को आशीष कर सकते हैं, एक को श्रापित कर सकते हैं. സത്യത്തിൽ ശാപം വരുന്നത് ദൈവത്തിന്റെ നല്ല. सच्चाई में श्राप परमेश्वर से नहीं आता है. ശാപം കൊണ്ടുവരുന്നത് പിശാച. श्राप लेके आएगा शैतान, ദൈവം അനുഗ്രഹിക്കും. परमेश्वर आशीष करते हैं. സാത്താൻ ശപിക്കുമ്പോൾ शैतान को श्राप करते हैं, ദൈവം അനുവദിക്കും, അത്രേ ഉള്ളൂ. परमेश्वर अनुमति देते हैं. ദൈവം ആരെയും ശപിക്കത്തില്ല. परमेश्वर किसी को श्रापित नहीं देते हैं, ദൈവം അനുഗ്രഹിക്കത്തേ ഉള്ളൂ. परमेश्वर आशीष देते हैं. ദൈവത്തിന്റെ വഴിയിൽ വരുമ്പോൾ ദൈവം ആ ശാപം പൊട്ടിക്കും. परमेश्वर के रास्ते में आते वक्त वो परमेश्वर उस श्रापों को तोड़ते हैं. ക്രിസ്തീയ മണ്ഡലത്തിൽ പൊതുവെ ഇങ്ങനെ പറയപ്പെടുന്നതാണ് അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒരു വ്യക്തി കൊണ്ട് നിൽക്കത്തില്ല, അത് തലമുറകളിലേക്ക് വ്യാപരിക്കും. मसीह मंडल में हम लोग ये सिखाते हैं, बाइबल के आधार पर हम लोग सिखाते हैं कि एक श्राप एक पीढ़ी से रुकता नहीं है, पीढ़ियों दर पीढ़ी वो आगे बढ़ते ही रहता है. അങ്ങനെ വന്നപ്പോൾ ക്രിസ്തീയ ചരിത്രകാരന്മാർ ഒരു 10,000 കുടുംബങ്ങളുടെ ചരിത്രം പഠിക്കാൻ തീരുമാനിച്ചു. ऐसे ही हमारे इतिहास सीखने वाले बहुत सारे लोग इतिहासकार लगभग 10,000 लोगों के उस पीढ़ियों को सीखने के लिए वो लोग समय लिए. ഈ അവര് 10,000 കുടുംബങ്ങളുടെ കേസ് ഹിസ്റ്ററി പഠിക്കാൻ എടുത്തു. लगभग 10,000 लोगों के केस स्टडी बोलिए 200 വർഷത്തേക്ക്, लगभग 200 साल तक. അതിനകത്ത് ഏറ്റവും നല്ലതായി അവർക്ക് കണ്ടത് ജോനാഥാൻ എഡ്വേർഡ് എന്ന് പറയുന്ന ഒരാളിന്റെ കുടുംബമാണ്. उस 10,000 परिवारों में से सबसे अच्छा परिवार जो दिखा वो जोनाथन एडवर्ड का परिवार है. ജോനാഥാൻ എഡ്വേർഡിന്റെ കുടുംബത്തിന്റെ വലിപ്പം എന്നാന്ന് ഞാൻ പറയാം. जोनाथन एडवर्ड के परिवार का कितने बड़े हैं मैं बताऊं. 200 വർഷം കൊണ്ട് लगभग 200 साल के अंदर അദ്ദേഹത്തിന് 3594 മക്കളും കൊച്ചുമക്കളും കൊച്ചുമക്കളുമായിട്ടുണ്ടായി. लगभग 3,594 लोग बच्चे परपोते ऐसे करके बहुत सारे पीढ़ियों तो पीढ़ी हुआ. ഈ 3594 പേരെ ഒരുമിച്ച് ചേർത്താണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. लगभग 3,594 लोगों की जो एक परिवार है वो सारे लोगों को मिलाकर एक परिवार है. ഇതുപോലുള്ള 10,000 കുടുംബങ്ങളെ പഠനത്തിലെടുത്തു. ऐसे ही एक लगभग 10,000 परिवारों को लिए 200 വർഷത്തെ ചരിത്രം. ऐसे 200 लोगों की इतिहास. ഇതിൽ ഞാൻ ആദ്യം ജോനാഥാൻ എഡ്വേർഡിന്റെ കുടുംബത്തിന്റെ ചരിത്രം പറയാം. ऐसे ही 200 साल में जो हुआ इतने लोगों में से जोनाथन एडवर्ड के परिवार के बारे में बताऊंगा. കണ്ടിട്ടുള്ളതിലേക്കും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. जो दिखा जो सीखने जो पाया गया सबसे आशीषित एक परिवार. ഈ മനുഷ്യൻ 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്നയാളാണ്. ये जो इंसान 19वीं सदी की शुरुआती दौर में वो जीवित था. അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച തീരെ കുറവായിരുന്നു. उसको दिखने में आंख की रोशनी कम था, അതുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. वो उसको पढ़ नहीं पाए. 3-4 ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 3-4 क्लास तक पढ़े, പക്ഷെ തികഞ്ഞ ദൈവഭക്തനായിരുന്നു. परंतु वो बहुत ही गहरा एक भक्त था. ഇദ്ദേഹത്തിന്റെ വിവാഹപ്രായമായപ്പോൾ തന്നെ പോലെ ദൈവകൃപയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു. जब उसका शादी हुआ तो शादी होने से पहले उसने उसके समान एक विश्वास और भक्त एक बहन को ढूंढ निकाल कर उसने शादी किया. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത ഒരു കുടുംബം ഉണ്ടായി. परमेश्वर को सब में प्रथम स्थान दिया हुआ एक परिवार. നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. हमारे परिवार में भी परमेश्वर को पहला स्थान देना जरूरी है. ഈ കണ്ണ് കാണാത്ത മനുഷ്യന്റെ കൂടെ കൂടാൻ ഒരു പെങ്കൊച്ചും വന്നു. इस आधा अंधा रहने वाला इस इंसान के साथ जीवन बिताने के लिए एक बहन भी साथ आई. കാര്യം അവളും അതുപോലെ ദൈവകൃപയുള്ളതായിരുന്നു. क्योंकि वो बहन भी उसी समान परमेश्वर के भक्त थी. ആ കുടുംബത്തിൽ 200 വർഷം കൊണ്ട് उस परिवार में 200 साल के अंदर 3594 പേർ മക്കളും കൊച്ചുമക്കളും കൊച്ചുമക്കളുമായി ജനിച്ചു. 3,594 लोग बच्चे उनके परपोते ऐसे बहुत सारे बच्चे लोग हुए. ഈ വലിയ കുടുംബത്തിൽ
പുക വലിച്ചവൻ ഒരുത്തൻ പോലും ഉണ്ടായിട്ടില്ല. इस बड़े परिवार में धूम्रपान किया हुआ एक इंसान नहीं था. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് കേട്ടോണ് ഒരു കുടുംബത്തിന്റെ മേൽ വരുന്നത്. एक सच्चा आशीष क्या है, अगर एक परिवार के ऊपर आएगा तो क्या होगा, थोड़ा समझ लेना. ഒരു പോലീസ് കേസിൽ അകപ്പെട്ടവൻ ഒരുത്തൻ ഉണ്ടായിട്ടില്ല. पुलिस केस हुआ एक इंसान उस परिवार में नहीं था. ജയിലിൽ പോയവൻ ഒരുത്തൻ ഉണ്ടായിട്ടില്ല. जेल में गया एक इंसान, 3000 लोगों के मध्य में कोई नहीं था. മദ്യപിച്ചവൻ ഒരുത്തൻ ഉണ്ടായിട്ടില്ല. इस पियक्कड़ कोई नहीं था. ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്രാജുവേഷൻ ഇല്ലാത്ത ഒരുത്തൻ ഉണ്ടായിട്ടില്ല. सबसे कम एक ग्रेजुएशन लेवल तक पहुंचा हुआ एक इंसान नहीं, कोई नहीं था. ഡിവോഴ്സ് നടന്ന കുടുംബം തകർന്ന ഒരുത്തൻ ഉണ്ടായിട്ടില്ല. परिवार टूटा हुआ एक इंसान उस परिवार में नहीं था. അഗതികളും പട്ടിണിക്കാരനും ഒരുത്തൻ ഉണ്ടായിട്ടില്ല. भूखमरी और शिकार हुए लोग कोई नहीं था. ദുർനടപ്പുകാരൻ ഒരുത്തൻ ഉണ്ടായിട്ടില്ല. गलत तरीके से जिंदगी जीने वाले कोई नहीं थे. ഇനി ഈ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്നവരുടെ കുറച്ച് പേര് പറയാം. अब इस परिवार में से सबसे ऊंचे श्रेणी में आए कुछ लोगों को हम देख पाएंगे. അവരിൽ 3 പേർ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റന്മാരായി. इस परिवार में से लगभग 3 लोग उपराष्ट्रपति थे अमेरिका के. 3 പേർ ഓരോ സ്റ്റേറ്റുകളുടെ ഗവർണർമാരായി. 3 लोग एक एक स्टेट के राज्यपाल थे. ഒരുത്തൻ അമേരിക്കൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഗവർണറായി. एक जो है अमेरिका की राजस्व विभाग के गवर्नर थे. 295 പേർ ഉന്നത വിദ്യാഭ്യാസം എടുത്തു. 295 लोग जो है उच्च शिक्षित व्यक्ति थे. 13 പേർ കോളേജ് പ്രിൻസിപ്പൽമാരായി. 13 लोग कॉलेज प्रिंसिपल्स थे. 65 പേർ കോളേജ് പ്രൊഫസേഴ്സായി. 65 लोग कॉलेज प्रोफेसर्स थे. 211 പേർ ഫോറിൻ മിഷനിൽ ജോലി ചെയ്തു. 211 लोग फॉरेन मिशंस में, विदेशी कार्य मंत्रालय में ആ काम किए. 211 പേർ അവരുടെ കാറിൽ കൊടി വെച്ച് നടക്കുന്ന സ്റ്റാറ്റസിൽ ഉയർന്നു. वो 211 लोग जो है अपने कार में झंडा फहराए हुए कार में चलते थे. 30 പേർ ജഡ്ജിമാരായി. लगभग 3 न्यायाधीश थे. അവരും കൊടി വെക്കുമെന്ന് മറക്കണ്ട. वे भी अपने गाड़ी में भी झंडा फहराते थे. അതിൽ ഒരുവൻ ഒരു ലോ കോളേജിന്റെ ഡീനായി. उसमें एक जो है लॉ कॉलेज का डीन था. 100-ലധികം അഡ്വക്കേറ്റ്സ് പുറത്തു വന്നു. 100 से अधिक एडवोकेट्स उस परिवार से निकले. 56 മെഡിക്കൽ ഡോക്ടേഴ്സ് പുറത്തു വന്നു. लगभग 56 लोग जो है मेडिकल डॉक्टर्स थे. അതിൽ ഒരുത്തൻ ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായി. उसमें से एक जो है मेडिकल कॉलेज के प्रिंसिपल थे. 75 മിലിറ്ററി ഓഫീസേഴ്സ് കാറിൽ കൊടി വെക്കുന്നവരുണ്ടായി. 75 सैन्य अधिकारी थे. 100-ലധികം മിഷണറിമാർ പുറത്തു വന്നു. 100 से अधिक मिशनरीज थे. റൈറ്റേഴ്സ്, എഴുത്തുകാര്, സിറ്റി മേയർമാർ എന്നിവരെ കൊണ്ട് കുടുംബം നിറഞ്ഞു. इस परिवार में अनेक लेखक, सिटी मेयर्स, ऐसे बहुत सारे ऊंचे पद के लोग थे. കാരണം എന്തുവാ? कारण क्या है? ഒരു ജോനാഥൻ എഡ്വേർഡ്, एक पिता, കണ്ണു കാണാൻ വയ്യാത്തയാൾ, आधा अंधा, ദൈവത്തെ സേവിച്ചു. परमेश्वर को भय मानते थे. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തു. परमेश्वर को पहला स्थान दिया. ഇന്നും അനുഗ്രഹം ഭൂമിയിൽ കൊണ്ടുവരാം. आज भी आशीष को इस धरती पर लेके आ सकते हैं. നിങ്ങളിൽ ചിലർ നോക്കുമെങ്കിൽ ഇന്നും അനുഗ്രഹം ഭൂമിയിൽ കൊണ്ടുവരാം. यदि आप ठान लेंगे तो इस पृथ्वी में परमेश्वर की तरफ से एक आशीष को लेकर आ सकते हैं. നമ്മുടെ ഈ ചർച്ചിൽ ഒരു സഹോദരനുണ്ട്. हमारी इस कलीसिया में एक बहन, एक भाई है. അദ്ദേഹത്തോട് ഞാൻ 2 ആഴ്ച മുമ്പേ സംസാരിച്ചു. मैंने उनसे 2 हफ्ते पहले मैं बात किया. എന്നോട് പറഞ്ഞു ഒരു ഇഡ്ഡലി കഴിക്കാൻ പാത്രമില്ലാത്തത് കൊണ്ട് ന്യൂസ് പേപ്പറിനകത്ത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. उन्होंने मुझसे कहा एक इडली खाने के लिए एक बर्तन नहीं था, इसलिए मैं न्यूज़पेपर में लेकर खाया था. ഇന്ന് ഈ ചർച്ച വരുന്നതിലെ വലിയ ധനികന്മാരിൽ ഒരാളാണ്. आज इस चर्च में आने वाले अमीरों में से एक व्यक्ति है. 4-5 കോളേജ് സ്വന്തമായിട്ടുണ്ട്. लगभग 4 कॉलेजेस സ്വന്തം ഹോസ്പിറ്റലുണ്ട്. उसको अपना खुद का अस्पताल है. ഞാൻ ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളുടെ ഈ മനുഷ്യനെ കൊണ്ടൊരു സാക്ഷ്യം പറയിപ്പിച്ച് നമുക്കൊന്ന് പരസ്യപ്പെടുത്തിയാൽ എന്താ? मैंने आज सोचा था कि इस इंसान से अपनी एक गवाही बताकर अगर हम यूट्यूब में डालेंगे तो अच्छा रहेगा. നമ്മുടെ ദൈവം ഇന്നും അനുഗ്രഹിക്കുന്ന ദൈവം. हमारा परमेश्वर आज भी आशीष करने के लिए योग्य परमेश्वर ജോനാഥൻ എഡ്വേർഡിനെ തന്നെയൊന്നുമല്ല. जोनाथन एडवर्ड को अकेला नहीं, ഈ ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു മോനെ എനിക്കറിയാം. इस कलीसिया में रहने वाले एक बेटा को मैं जानता हूँ. അവനോട് ഒരു കൊച്ചു മുറിക്കകത്താ താമസിച്ചിരുന്നത്. वो एक बहुत छोटे कमरे के अंदर वास करता था. ഒരു ആസ്പെറ്റോ ഷീറ്റ് ഇട്ട ഒരു ബിൽഡിംഗ്. एक एस्बेस्टस शीट डाला हुआ एक घर के अंदर, അതിനകത്ത് ഒറ്റ മുറി. एक ही कमरा. അവന്റെ കട്ടിലിനകത്തിടും. उसका जो बिछौना डालता है, ഒരു ഫോൾഡിംഗ് ടേബിളും ചെയറും ഉണ്ട്. അത് രണ്ടും വെക്കും. एक फोल्डिंग टेबल और चेयर है, वो दोनों डालता है. അതിലിരുന്ന് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യും. उसमें बैठकर लुटता है, पढ़ता है. അദ്ദേഹത്തിന് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട്. उसका एक मोटरसाइकिल है. ഈ മോട്ടോർ സൈക്കിൾ വീടിനകത്ത് കയറ്റി വെച്ചാ രാത്രി കിടക്കുന്നത്. ये मोटरसाइकिल घर के अंदर रखने के बाद ही वो सोता है, ആരും വെളിയിൽ വെക്കാൻ സ്ഥലമില്ല. क्योंकि बाहर रखने के लिए जगह नहीं है. മോട്ടോർ സൈക്കിൾ റൂമിൽ കയറണമെങ്കിൽ मोटरसाइकिल घर के अंदर आना है, മേശ മടക്കി കസേര മടക്കി വെച്ചെങ്കിലേ മോട്ടോർ സൈക്കിൾ കയറ്റാൻ നോക്കും. इस मेज और कुर्सी फोल्ड करने के बाद ही वो मोटरसाइकिल अंदर रख सकते हैं. അങ്ങനെ ജീവിച്ച ഒരു മോനാ. ऐसे जीवन बिताने वाला एक व्यक्ति. അദ്ദേഹം ഒരു വലിയ വീട് വെച്ചു. അമേരിക്കയിൽ അദ്ദേഹം ഒരു വലിയ വീട് വെച്ചു. अमेरिका में एक बहुत बड़ा घर बनाया. ഒരു ദിവസം ഒരു പ്രവാചകൻ നമ്മുടെ ചർച്ച വന്നു. आज एक दिन एक भविष्यवक्ता
हमारे कलीसिया में आए, ഈ കൊച്ചന്റെ തലയെ കൊണ്ട് കൈവച്ചു. इस बेटे के सर के पे हाथ रखे, എന്നിട്ട് പറഞ്ഞു, നിന്റെ പേരിന്നതാണ്, तेरा नाम यह है, നീ ഈ പട്ടണത്തിൽ ജീവിക്കേണ്ടവനല്ല, तू इस शहर में जीने वाले नहीं व्यक्ति नहीं, നീ ഓക്കലഹോമായിലുള്ള മാറാനാഥ ചർച്ചിന്റെ പാസ്റ്റർ ആകേണ്ടവനാ. तू ओक्लाहोमा में मारानाथा चर्च का एक पास्टर बनने वाला है. ഓക്കെ, അതൊക്കെ സംഭവിച്ചു. वो पूरा हुआ है. ഈ മനുഷ്യന് ഒത്തിരി വീടുകളുണ്ട്. उसको, इस इंसान को बहुत घर है. ഇപ്പൊ അദ്ദേഹം ഒരു വലിയ വീട് വെച്ചിട്ടുണ്ട്. आज एक बहुत बड़ा घर बना है. ഞാനും എന്റെ ഭാര്യയും കൂടെ പോയി ആ വീട് കണ്ടു. मैंने और मेरे पत्नी हम दोनों उस घर जाके ആ देखे. വീട് ഡെഡിക്കേറ്റ് ചെയ്തത് ഞാനാ. इस घर को प्रतिष्ठा मैंने किया. ഈ വർഷം ഞാനും എന്റെ വൈഫും സുനിൽ പാസ്റ്ററും അദ്ദേഹത്തിന്റെ വൈഫും ഞങ്ങൾ ഒരു കൊച്ചുമോനും ഞങ്ങൾ 5 പേര് ചേർന്ന് അവന്റെ വീട്ടിൽ പോയിരുന്നു. इस साल मैं, मेरी पत्नी, मेरा बेटा और उनकी परिवार जो है, हम 5 लोग मिलकर उस घर में गए थे. ആ ഒരു വീടിന്റെ വലിപ്പം കേൾക്കണോ? उस घर का कितना बड़ा है मालूम है? 1,00,000 സ്ക്വയർ ഫീറ്റ് 1 लाख स्क्वायर फीट, എന്ന് പറഞ്ഞാൽ 3 ഏക്കർ വരും. लगभग 3 एकड़ है. നമ്മുടെ ഈ ഹോൾ ഗ്രൗണ്ട് ആണ് 3 ഏക്കർ. हमारा ये पूरा ग्राउंड जो है 3 एकड़ है. അതാണ് അവന്റെ വീട്. वही है उसका घर. എങ്ങനെയാ ഇത്രയും വളർന്നത്? ये कैसे बढ़ा? ആ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. परमेश्वर ने उसका आशीष किया. എനിക്ക് അവനൊന്നും പറയാനില്ല. मुझे और कुछ बोलने नहीं है. ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. परमेश्वर ने आशीष किया. അതിന്റെ അർത്ഥം അവൻ അഹങ്കാരിയാണെന്നല്ല. उसका मतलब ये नहीं कि वो अभिमानी है. നോ, വളരെ താഴ്മയിൽ ജീവിക്കുന്നവൻ. नो, बहुत वो नम्र भाव से जीने वाला इंसान. വീടിന്റെ മുറ്റത്ത് 10 കാർ പാർക്ക് ചെയ്യാനുള്ള കാർ പാർക്ക് ഉണ്ട്. उस घर के सामने 10 कार पार्क करने वाला जगह है. ഞാനും എന്റെ ഭാര്യയും കൂടെ ഒരിക്കൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ അവിടെ പോയി. कुछ साल पहले मैं और मेरी पत्नी कुछ साल पहले मैं उधर गया था. അവന്റെ വീടിന്റെ അടിയിൽ ഒരു ബോംബ് ഷെൽട്ടർ, ഭൂമി കുലുക്കം ഉണ്ടായാൽ ഇളകാത്ത, ബോംബിട്ടാൽ പൊട്ടാത്ത ഒരു ബോംബ് ഷെൽട്ടർ ഉണ്ട്. उसके घर के नीचे बेसमेंट में बॉम्ब शेल्टर है. വീടിനകത്ത് ഒരു തിയേറ്റർ ഉണ്ട്. उस घर के अंदर थिएटर है. എല്ലാം ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. जो कुछ जरूरी है सब कुछ है. ഒരിക്കൽ എന്റെ ഭാര്യ എണ്ണി ആ വീടിനകത്ത് 36 എന്തുവാ ഈ മൈക്രോവേവ് ഓവൻസ് ഉണ്ട്. मेरी पत्नी ने उस घर के अंदर जाकर गिने 36 माइक्रोवेव ओवन है. 5 മക്കളും ഉണ്ട്. 5 बच्चे. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയോ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത്? मैंने उनसे पूछा कि बेटा इतना क्यों बना रहे हो? പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു ചായ കുടിക്കണം തോന്നി അടുത്ത റൂമിൽ മെനക്കേട് നേരിൽ ഇവിടെ തന്നെ ഇരുന്ന് കുടിക്കും. पास्टर अंकल, जब मैं काम इस कमरे के अंदर बैठ के काम करूंगा तो किसी और कमरे में जाने की टाइम नहीं है. मैं इस कमरे में ही गर्म करके पी लेता हूँ. ആവശ്യത്തിന് വേലക്കാരുണ്ട്. बहुत जितना काम करने वाले काम कारीगर. എങ്ങനെ പറ്റി മോനെ? बेटा कैसे हुआ ये पूरा? ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. परमेश्वर ने आशीष किया. ഇത് മനസ്സിലാകുന്നുണ്ടോ? ये समझ रहे? എനിക്ക് ഒത്തിരി ആഴത്തിൽ ഇവനെ കുറിച്ച് പറയാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. इस बेटे के बारे में बहुत कुछ कहना है. നമ്മുടെ ഈ ചർച്ചിന്റെ മെമ്പറാ. हमारी कलीसिया के मेंबर है. കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ വന്ന് ഇവിടെ കുറച്ച് പേർക്ക് ഒരു ലഞ്ച് ഡിന്നറും ഒക്കെ കൊടുത്ത് ചവൻ പോയി. पिछले दिन इधर आए तो कुछ लोगों को खाना भी दिए थे. നല്ലൊരു പാട്ടുകാരനാണ്. अच्छा एक गायक है. സ്വന്തമായിട്ട് പാട്ട് എഴുതും. खुद से वो गाना लिखता है. ഒരിക്കൽ എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള പാട്ട് വേണമെന്ന് തോന്നി. एक बार मुझे एक विशेष रूप का एक गाना चाहिए, मैंने कहा था. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, മോനെ എനിക്ക് ഒരു പാട്ട് വേണം. मैंने उनसे कहा कि बेटा मुझे एक ऐसा गाना चाहिए. ഞങ്ങളുടെ മലയാളത്തിലുള്ള ക്രിസ്തീയ ഗാനങ്ങളിൽ हमारे मलयालम में एक मसीह गीतों में പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു പാട്ട് ഉണ്ട്, വളരെ കുറവാണ്. पिता पुत्र पवित्र को एक साथ आराधना करने वाला गीत बहुत कम है. ഹിന്ദിയിലുണ്ടോ എനിക്കറിയത്തില്ല. हिंदी में है. പിതാവിനെ ആരാധിക്കുന്ന പാട്ടുണ്ട്, परमेश्वर को आराधना करने वाला जगह है. യേശുവിനെ ആരാധിക്കുന്ന പാട്ടുണ്ട്, यीशु को आराधना करने वाला गीत है. പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന പാട്ടുണ്ട്. परिशुद्ध पवित्र को आराधना പക്ഷേ करने ഈ वाला गीत है. 3 വ്യക്തിത്വങ്ങളും കൂടെ ഒരുമിച്ച് ആരാധിക്കുന്ന ഒറ്റ പാട്ട് തീരെ കുറവാണ്. तीनों को मिलाकर आराधना करने वाले गीत मसीह गीतों में कम है. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചു. मैंने एक बार उनसे कहा, ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ട് എഴുതണമെന്ന് എനിക്കൊരു ആശയമുണ്ട്. बेटा मुझे एक इच्छा है कि ऐसे गीत लिखना है. എനിക്ക് പാട്ട് എഴുതാൻ അറിയാൻ വയ്യ. मुझे गीत लिखना मैं जानता പക്ഷെ हूं. നിനക്ക് പാട്ട് എഴുതാൻ ഒരു കൃപയുണ്ട്. परंतु आपको जो है वो गीत लिखने का एक अनुग्रह है. അതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം എഴുതണം. तो आप ऐसे गीत लिखना. അദ്ദേഹം പാട്ട് എഴുതി. उन्होंने गीत लिखा എന്നിട്ട് ഇവിടെ വന്നു. और इधर आए. ഇവിടെ വന്നിച്ച് പറഞ്ഞു, ഇവിടുത്തെ കൊയറിനെ ഞാൻ ആ പാട്ട് പഠിപ്പിക്കാം. इधर के क्वायर को मैं वो गाना सिखाऊंगा. ആ പാട്ട് പഠിപ്പിച്ചു. वो गीत सिखाए. മലയാളം ചർച്ചിനകത്ത് ഒരു ഗാനമേള വെച്ചു. इस कलीसिया में मलयालम कलीसिया में एक गान में ഈ പാട്ട് പാടി वर्शिप कॉन्सर्ट रखे. इसी गाना को गाए. പാടാൻ വന്ന ലീഡേഴ്സിനും കൊയർ മെമ്പേഴ്സിനും എല്ലാം അവന്റെ ചെലവിൽ തന്നെ ഒരു ബിരിയാണി വാങ്ങിച്ചു. और जितने लोग आए सबके लिए, सारे लीडर्स के लिए उसके ही उसी के खर्चे में बिरयानी भी खरीद के लिए. നിങ്ങൾ ചിലരെ ദൈവം ഒന്ന് അനുഗ്രഹിച്ചാലോ? परमेश्वर आप हम में से कुछ लोगों को आशीष करेंगे तो ദൈവം അനുഗ്രഹിക്കും. ദൈവം परमेश्वर आशीष करने वाला परमेश्वर അനുഗ്രഹം है. തന്നെയല്ല, ശാപവും ദൈവത്തിനുണ്ട്. आशीष करना अकेला नहीं, परमेश्वर श्राप भी है. അതുകൊണ്ട് ഒരു ശപിക്കപ്പെട്ടവന്റെ ചരിത്രം കൂടെ ഞാൻ പറയാം. इसलिए एक श्रापित एक व्यक्ति का इतिहास भी बताऊंगा. ജോനാഥൻ എഡ്വേർഡിന്റെ വീട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വീടായിരുന്നു. जोनाथन एडवर्ड की जो परिवार है सबसे आशीषित परिवार था.
അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കൊച്ചനുണ്ട്. उसके क्लास में सीखा हुआ एक बेटा है. എന്നെ 3-4 ക്ലാസ് ജോനാഥൻ പഠിച്ചിട്ടുള്ളൂ. 3-4 क्लास ही साथ में पढ़े. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരു കൊച്ചൻ, उस समय पर उसके साथ सीखा हुआ एक इंसान, മാക്സ് ഡ്യൂക്ക് എന്ന അവന്റെ പേര്. മാക്സ് ഡ്യൂക്ക്. वो छात्र का नाम था मैक्स ड्यूक. മാക്സ് ഡ്യൂക്ക് നിരീശ്വരവാദിയാ. वो एक नास्तिक था, ദൈവമില്ല. परमेश्वर नहीं. അവർ ഒത്തിരി പഠിച്ചു കളഞ്ഞു. वो बहुत सीख लिया. അവന് വിവാഹപ്രായമായപ്പോൾ जब उसका शादी का उम्र हुआ, അദ്ദേഹത്തെ പോലെ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു പെൺകൊച്ചിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു. उसके समान ही भगवान नहीं है यह विश्वास करने वाला एक नास्तिक औरत को ढूंढ निकाला और शादी की. അങ്ങനെ ദൈവമില്ലാത്ത ഒരു കുടുംബം വന്നു. ऐसे ही नास्तिक एक परिवार जन्म लिया. അവർക്കും മക്കളും കൊച്ചുമക്കളും കൊച്ചു മക്കളും ഉണ്ടായി. उनको भी बच्चे हुए, पोते हुए, परपोते हुए. പക്ഷെ ചരിത്രകാരന്മാർ പറയുന്നത് परंतु इतिहासकार ये कहते हैं ഒരു നൂറ്റാണ്ട് കൊണ്ട് കുടുംബം അങ്ങ് ഇല്ലാതെയായി. एक शताब्दी के अंदर वो परिवार पूरी तरह से मिट गया. ഇവർ 200 വർഷത്തെ ചരിത്രമാണ് പഠിക്കുന്നത്. 200 साल की इतिहास वो सीख रहे हैं. ജോനാഥൻ എഡ്വേർഡിന്റെ കുടുംബം 200 വർഷം ഉണ്ടായിരുന്നു. जोनाथन एडवर्ड की परिवार जो है 200 साल तक था. ഇന്നുണ്ട്. ഇന്നും ആ കുടുംബം തുടരുന്നു. आज भी वो परिवार है. 200 വർഷത്തെ കണക്കാണ് നമ്മൾ പറഞ്ഞത്. 2005 കണക്കെടുത്തത്. 2005 में वो एक हिसाब लगाया. ഈ ചരിത്രം മുഴുവനും ഒരു പുസ്തകത്തിൽ കിടപ്പുണ്ട്. ये पूरा इतिहास एक पुस्तक में है. ബ്രേക്ക് ദ ജനറേഷണൽ കേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ब्रेकिंग जनरेशन कर्सेस करके एक पुस्तक. മെർലിൻ ഹിക്കി എന്ന് പറയുന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. മെർലിൻ ഹിക്കി. मर्लिन हिक्की नाम के एक व्यक्ति ने लिखा. മെർലിൻ ഹിക്കി എഴുതിയ ബ്രേക്ക് ദ ജനറേഷണൽ കേഴ്സ് എന്ന പുസ്തകത്തിൽ ഈ ചരിത്രം അതുപോലെ കിടപ്പുണ്ട്. ये जो इतिहास है मर्लिन हिक्की की किताब में ऐसे ही लिखा हुआ है. മാക്സ് ഡ്യൂക്കിന്റെ കുടുംബം ഏതാണ്ട് 100 വർഷം കൊണ്ട് പേര് തരും തീർന്നുപോയി. मैक्स ड्यू का परिवार जो है 100 साल के अंदर मिट गया. അതിനോടകം 560 മക്കളാണ് അവർക്ക് इस ജനിച്ചത്. बीच में 560 लोग इसमें അതിൽ 33 പേർ കടം കയറി നശിച്ചു. इस परिवार में 33 परिवार कर्ज में डूब गए. അതിനകത്ത് BA എങ്കിലും പാസ്സായ ഗ്രാജുവേഷൻ എടുത്ത ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. इस परिवार में कम से कम BA ग्रेजुएशन लिया हुआ एक इंसान नहीं. മിക്കവാറും പേര് പുകവലിക്കാരും മദ്യപന്മാരുമായിരുന്നു. ज्यादातर लोग जो है धूम्रपान और पिए करते. അതിനകത്ത് 150 പേർ ഗവൺമെന്റ് അപ്രൂവ്ഡ് ക്രിമിനൽസ് ആയിരുന്നു. इसमें लगभग 150 लोग जो है गवर्नमेंट से की तरफ से नियमित किया गया अपराधी लोग थे. അവരിൽ 40 പേർ ജയിലുകളിൽ തന്നെ മിക്കവാറും താമസിച്ചു. इसमें से 40 लोग जेल में ही उसका वास था. അതിൽ 7 പേർ കുലപാതകന്മാരായിരുന്നു. इसमें लगभग 7 हत्यारे थे. പുകവലിക്കാർ, മദ്യപന്മാർ, മര്യാദകെട്ടവർ എന്നിവരെ കൊണ്ട കുടുംബം നിറഞ്ഞിരുന്നു. इस परिवार धूम्रपान करने वाले, शराबी और अनुशासनहीन लोगों से ही भरा हुआ था. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളായി ജനിച്ചതിലെ പെൺകുട്ടികൾ 94 പേർ തെരുവ് വേശ്യകളായി ജീവിച്ചു തീർന്നു. इनके बच्चों में से जन्म लिया हुआ लगभग 94 महिलाएं जो है वेश्यागमन में जीते थे. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബവും ഒരു ശപിക്കപ്പെട്ട കുടുംബവും ഞാൻ തൊട്ടു. एक आशीष में परिवार, एक दूसरा श्रापित परिवार. ഒരു പ്രാവശ്യം കൂടെ സൃഷ്ടിയിൽ സകലതും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. एक और मैं बताऊंगा कि सृष्टि में सब कुछ आशीर्वादित था. മനുഷ്യൻ പിശാചിനെ അനുസരിച്ച കാരണത്താൽ इंसान शैतान को अनुसरण करने के कारण അതിനെ പാപമെന്ന് വിളിക്കും. उसको पाप कहते हैं. പാപത്താൽ ദൈവം ലോകത്തെ ശപിച്ചു. पाप से परमेश्वर इस संसार को श्रापित किए. എല്ലാം ശപിക്കപ്പെട്ടു. सब कुछ श्रापित हुआ. ഇനി നമ്മൾ നാളെ ഇതിന്റെ കാരണങ്ങൾ, എങ്ങനെ ശാപത്തിലായി, എങ്ങനെ രക്ഷപ്പെടാം, പലതും പറയും. इतना मैंने विश्वास कर रहा हूं कि आप लोग समझ गए होंगे. कल इसका कारण, इसका लक्षण, ये सब कुछ गहरे रूप से हम सीखेंगे. 5 മിനിറ്റ് കൊണ്ട് ഞാൻ വേറൊരു ഭാഗം പറയട്ടെ. 5 मिनट के अंदर एक और बात बताऊंगा. ഈ പാപത്തിൽ നിന്നും ഈ ശാപത്തിൽ നിന്നും വിടുവിപ്പാനാണ് യേശു ഈ മണ്ണിൽ വന്നത്. इस पाप और श्राप से ही हमें आजाद करने के लिए यीशु मसीह आए. യേശു കാൽവറിയിൽ മരിച്ചതുകൊണ്ട് നമ്മുടെ ശാപം പൊട്ടി. यीशु मसीह इस कालवरी क्रूस में मरने के कारण हमारा श्राप टूटा. യേശു നമുക്ക് പകരം ശാപമായി. यीशु मसीह हमारे लिए श्रापित हुआ. എന്റെ ശാപം തന്റെ മേൽ ഏറ്റെടുത്തു. मेरी श्राप को परमेश्वर ने अपने ऊपर ले लिया. എനിക്ക് വേണ്ടി മരിച്ചു. मेरे लिए मरे. യേശു എന്നെ സ്വതന്ത്രമാക്കി. यीशु मुझे आजाद किए. നിങ്ങളെയും സ്വതന്ത്രമാക്കി. आपको भी आजाद करेंगे. നമ്മൾ എത്രയും വിശ്വസിക്കും, എത്രയും ജീവിക്കും, അത്രയും നമ്മൾ പ്രാപിക്കും. आप जितना विश्वास करेंगे, जितना आप परमेश्वर के लिए जिएंगे, उतना आप आशीषित रहेंगे. ഞാൻ ഒരു കഥ പറഞ്ഞ് നിർത്താൻ പോവാം. मैं एक कहानी बताकर मैं विराम दूंगा. ഒരു വീട്ടിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. एक परिवार में दो भाई लोग थे. ഈ കഥ സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ये सच है या झूठ है मुझे नहीं मालूम. ഞാൻ കേട്ടതുപോലെ പറയുക. मैं जैसे सुना ऐसे बताऊंगा. ഒരു വീട്ടിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. एक परिवार में 2 भाई लोग थे. ഒരേ അപ്പനും അമ്മയും രണ്ടുപേരെയും വളർത്തി. एक ही माता पिता दोनों को पाला पोषा. ഇതിലെ മൂത്ത മോൻ അനുസരണം കെട്ടവനും ധൂർത്തനുമായി നടന്നു. इसमें पहला बेटा जो है वो अविधेय था और अनुशासनहीन था और वो बहुत ही खर्चीला था.
അവൻ ഒരുപാട് തെറ്റ് ചെയ്തു, പോലീസ് പിടിച്ചു, ജയിലിലിട്ടു, ഒടുവിൽ അവൻ കൊലപാതകനായി. उसमें उसको पुलिस ने पकड़े, मारे, पीटे, जेल में डाले. അവസാനം അവനെ തൂക്കിക്കൊല്ലുവാൻ ഗവൺമെന്റ് വിധിച്ചു. आखिर में उसको फांसी लगा के मारने के लिए गवर्नमेंट ने कोर्ट ने आज्ञा दी. അവന്റെ ഇളയ സഹോദരനും കണ്ടാൽ അവനെ പോലെ തന്നെ ഇരിക്കും. उसका छोटा भाई जो है दिखने में उसके समान ही है. പക്ഷെ അവൻ അനുസരണം കെട്ടവനല്ലായിരുന്നു, അപ്പനെ അമ്മയെ അനുസരിച്ചു. वो एक बहुत ही अच्छा सीधा एक इंसान. അദ്ദേഹം ദൈവഭക്തനായിരുന്നു. वो परमेश्वर का भक्त था. അദ്ദേഹം നന്നായി സ്കൂളിൽ പോയി പഠിച്ചു. उसने अच्छी तरीके से स्कूल जाकर के सीखा. ഒടുവിൽ അദ്ദേഹം ഒരു ജഡ്ജായി. उसने खुद अपने एक जज बना. അദ്ദേഹം ജഡ്ജി ആയിരിക്കുമ്പോൾ वो जज बन के रहते हुए ആ ജഡ്ജിയുടെ മുമ്പിലോട്ടാണ് ചേട്ടനെ കൊണ്ടിരുന്നത്. इस जज के सामने ही इस व्यक्ति को लेकर आ रहे हैं. കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടവനായി. अपना बड़ा भाई हत्यारा बनकर वो सामने आ रहा സ്വന്തം അനിയനാണ് ജഡ്ജ്. है. अपना सगा भाई न्यायाधीश है. രണ്ടിനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. दोनों दिखने में एक ही समान है. ചേട്ടൻ തേണ്ട പ്രതിക്കൂട്ടിൽ നിൽക്കുക, बड़ा भाई जो है उस कटघरे में खड़ा है, കയ്യിൽ വിലം കൊണ്ട്. उसके हाथ में जंजीर लगा हुआ है. അനുജൻ ജഡ്ജിയാ, छोटा भाई जो है न्यायाधीश है. പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ ചേട്ടനെ വിടാൻ ഒക്കത്തില്ല. परंतु न्याय के सामने भाई को छोड़ नहीं पाएगा. ചേട്ടനെ തൂക്കിക്കൊല്ലുവാൻ അനിയൻ വിധിച്ചു. और उसने विधि डाला कि अपने बड़ा भाई को फांसी लगा के मारने के लिए. പക്ഷെ തൂക്കിക്കൊല്ലുന്നതിന്റെ തലേ രാത്രിയിൽ परंतु फांसी लगा के मरने की एक समय पर അനുജൻ ജയിലിലെത്തി. इस भाई छोटा भाई उस जेल में पहुंचा. രാജ്യത്തിന്റെ ജഡ്ജിയാണ് ഏത് ജയിലിലും പോവാ. राज्य की जज है, किसी जेल में जा सकता है. ചേട്ടൻ കിടക്കുന്ന മുറിക്കകത്തെത്തി. बड़ा भाई जिस कमरे में जिस सेल में है पड़ा हुआ है उसी सेल के अंदर पहुंचा. ചേട്ടനോട് പറഞ്ഞു, ഞാൻ നിന്റെ സ്വന്തം അനിയനാണ്, പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. उस बड़ा भाई से कहा कि बेटा भाई भैया मैं तेरा सगा भाई हूँ, അതുകൊണ്ട് നിന്നെ കൊല്ലാൻ ഞാൻ വിധിച്ചു. परंतु न्याय के सामने कानून के सामने मैं कुछ नहीं कर पाऊंगा, इसलिए मैं तुझे फांसी लगा के मारने के लिए विधि दिया. എനിക്ക് ഒരു കാര്യം ചെയ്യാം, परंतु मैं एक चीज कर पाऊंगा. ഞാൻ വന്നിരിക്കുന്ന ഈ ജഡ്ജിന്റെ വേഷം ഊരി നിനക്ക് തരാം. मैं जिस वेश में डाला हूँ उस वेश में आपको दे दूंगा. നീ ഇട്ടിരിക്കുന്ന കുറ്റവാളിയുടെ വേഷം എനിക്ക് തരിക. परंतु जो अपराधी का जो पोशाक है वो मुझे दे देना. നമ്മളെ രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. हम दोनों को दिखने में तो एक समान है. നീ ഇറങ്ങിപ്പോയിക്കോ, आप चले जाना. നിനക്ക് പകരം ഞാൻ മരിക്കാം. तेरे बदले में मैं मरूंगा. നിയമത്തിന്റെ മുമ്പിൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ ഒക്കത്തില്ല. न्याय के सामने कानून के सामने मैं कुछ कर नहीं पाऊंगा. പക്ഷെ എന്റെ ജ്യേഷ്ഠനാണെന്നുള്ള സ്നേഹം എനിക്ക് മാറത്തില്ല. परंतु आप मेरा बड़ा भाई है, वो प्यार मुझसे अलग नहीं हो पाएगा. നീ പൊയ്ക്കോ, तू चले जाना. പക്ഷേ പോയി യോഗ്യമായി ജീവിക്കണം. परंतु जाने के बाद योग्य तरीके से जीना है, ഇനി നീ അയോഗ്യമായി കരുതരുത്. अयोग्य तरीके से नहीं जीना है. അനുജൻ വിറയ്ക്കുന്ന കൈയോടെ അവന്റെ ഡ്രസ് ഊരി. इस छोटा भाई जो है अपने डरते हुए कांपते हुए हाथ के साथ अपना कपड़ा उतारा. ജ്യേഷ്ഠനും വിറയ്ക്കുന്ന കൈയോടെ ഡ്രസ് ഊരി. इस बड़ा भाई भी डरे हुए कांपते हुए हाथ से अपना कपड़ा उतारा. രണ്ടുപേരും वस्त्रങ്ങൾ കൈമാറി. दोनों अपना पोशाक चेंज किए, बदला. ഇപ്പോഴാരെങ്കിലും നോക്കിയ കൊലപാതകനെ കണ്ടാൽ ജഡ്ജിയാ. अब कोई देखेंगे तो हत्यारा को दिखने में न्यायाधीश है. ആ കോടതിയുടെ ആ ജയിലിന്റെ മുറിയിൽ നിന്ന് അവൻ ഇറങ്ങി പോകുമ്പോൾ उस जेल के कमरे से बाहर निकलते वक्त പുറകിൽ കിടന്നുകൊണ്ട് നാളത്തെ മരണത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഡ്രസ്സിൽ കിടക്കുന്നവൻ ഇങ്ങനെ പറഞ്ഞു. कल पीछे खड़ा हुआ, कल के दिन फांसी में चढ़ने वाला व्यक्ति इधर पीछे चिल्ला के बोलने लगा, ജ്യേഷ്ഠ, ഇനി പാപം ചെയ്യരുത്. भाई भैया दोबारा पाप नहीं करना. ഇനി നിനക്ക് വേണ്ടി മരിക്കാൻ വേറെ അനിയനില്ല. अब तेरे लिए मरने के लिए एक और छोटा भाई नहीं है. ഇന്നൊരു അനിയനുള്ളത് നിനക്ക് വേണ്ടി മരിക്കുക. अब जो छोटा भाई एक है वो तेरे लिए मर रहे हैं. നിനക്ക് വേണ്ടി ഞാൻ മരിച്ച സൗജന്യം തരുന്ന ജീവനിൽ നീ ജീവിക്കുക. आपके लिए मरने वाला इस भाई के लिए उस जगह पर आप सौजन्य से पाप किया हुआ जीवन को आप परमेश्वर के भय के साथ न्याय के सामने सच्चाई से चलने सीखो. നിന്നെ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ മാന്യത കളയാതെ ജീവിക്കുക. तुझे जिस वस्त्र पहनाया गया था उसका इज्जत देते हुए तू जीना. യേശുവിനും പറയാനുള്ളത് അതാ. यीशु मसीह को भी यही बात कहना है. വർഗീസേ, നീ മരിക്കേണ്ടവനാ. जूनी तू मरने वाला था. ഇന്നൊരു പകൽ രാത്രിയിൽ ഓരോരുത്തരും പറഞ്ഞു, കുഞ്ഞെ നീ മരിക്കേണ്ടതാ. हर एक व्यक्ति जो इधर बैठे हैं जो सुनने वाले हैं सब लोग कहने पाए നിനക്ക് പകരം ഞാൻ മരിക്കാം. मैं मरने वाला था परंतु मेरे बदले पर यीशु मसीह मरे. നീ ശപിക്കപ്പെട്ടവനാ. तू श्रापित था നിനക്ക് പകരം ഞാൻ ശാപമേറ്റെടുത്തു. परंतु तेरे बदले में मैंने अपने शरीर में श्रापित लिया. നീ പോയി മാന്യമായി ജീവിക്കുക. तो योग्य तरीके से जीना. ഇനി പാപം ചെയ്യരുത്. दोबारा पाप मत करना. കാരണം ഇനിയും നിനക്ക് വേണ്ടി മരിക്കാൻ വേറൊരാളില്ല. क्योंकि तेरे लिए मरने के लिए दोबारा एक और इंसान नहीं है. ഇന്ന് പകൽ യേശുവിന്റെ മാന്യതയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി യേശു മരിച്ചു. इस शाम के समय मैं आपसे कहना चाहता हूँ कि यीशु के लिए जीने के लिए योग्य तरीके से जीने के लिए जो तैयार है उनके लिए यीशु मसीह अपना जीवन कुर्बान किए. ദൈവത്തോട് നമ്മുടെ ബന്ധം ഉറപ്പിക്കാം. ये परमेश्वर के साथ अपना संबंध को बनाए रखें. രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു പൈസ പോലും ചാർജ് ചെയ്യത്തില്ല. उस उद्धार के लिए परमेश्वर पैसा नहीं मांगेंगे. ദൈവം എന്നേക്കാൾ ഉന്നതനാണ്.
परमेश्वर हमसे भी बड़े हैं। കായും വേണ്ട, പൂവും വേണ്ട, പുകയും വേണ്ട. आपका फूल नहीं चाहिए, कोई नारियल नहीं चाहिए, कोई धुआं नहीं चाहिए, ദൈവം എന്നേക്കാൾ വലിയവനാ, परंतु हमारे परमेश्वर हमसे बड़े हैं, എന്നേക്കാൾ ശക്തനാ. हमसे भी सर्वशक्तिमान है। ദൈവം ആകെ ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സ് തുറന്ന് ദൈവത്തിന്റെ മുമ്പിൽ നടക്കുക. परंतु परमेश्वर आपसे एक ही चीज चाहते हैं, वो अपना दिल खोलकर परमेश्वर को आप स्वीकार करें। നാളെ അനുഗ്രഹവും ശാപവും തുടർന്ന് പഠിക്കും. कल आशीष और श्राप के बारे में अध्ययन हम ഇന്ന് ഞാൻ बरकरार ഒരു रखेंगे। വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. मैं आज रात आपके लिए एक शब्द में प्रार्थना കർത്താവും करूंगा। ദൈവവുമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. पिता परमेश्वर, मैं हम आपसे आराधना करते ഈ हैं। കോൺഗ്രിഗേഷനെ ഞാൻ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. इस प्रभु जी, इस कलीसिया को मैं आशीषित कर रहा हूँ। ഇന്ന് ഞങ്ങൾക്ക് തന്ന സമയത്തിനായി സ്തോത്രം. आज हमें दिया समय के लिए धन्यवाद देते हैं। അടിയങ്ങൾ പിരിയട്ടെ, അങ്ങയുടെ സാന്നിധ്യം കൂടെ വരണേ. प्रभु जी, हम इस समय रुक ले रहे हैं, परंतु आपकी सानिध्य हमारे साथ നാളെ रहने पाए। രാത്രിയിൽ തിരിഹിതമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കട്ടെ. कल शाम को दोबारा हम मिले और सीखने पाए। ഞങ്ങളെ നന്നായി അറിയുന്ന ദൈവമേ, हमें सब कुछ जानने वाला परमेश्वर, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, हमें प्रेम करने वाला ആ परमेश्वर, സ്നേഹത്തിൽ ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കും. आपकी वो प्रेम में मैं इस कलीसिया को आशीषित कह रहा हूँ। ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. इस कलीसिया आशीषित होने पाए।